അപ്പോൾ ഇന്നലെ ജസ്റ്റ് കുറച്ച് പറഞ്ഞായിരുന്നു. അതിൻ്റെ ഒന്നുകൂടി ഡീപ്പായിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഡീപ്പ് ലേണിങ്ങിൻ്റെ. ആൻഡ് ഹൗ മെഷീൻസ് ലേൺ ടു സീ, ലിസൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ്, ബിൽറ്റ് ഫ്രം എ സിമ്പിൾ ഐഡിയ റിപ്പീറ്റഡ് മില്യൺസ് ഓഫ് ടൈംസ്, നോ കോഡ്. സോ ഈ ഒരു ഡീപ്പ് ലേണിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ആ ഒരു ബേസ് എങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. സോ നമുക്ക് ML എങ്ങനെയായിരുന്നു, ഒരു ടാബുലാർ ഡാറ്റ തരും. ടാബുലാർ ഡാറ്റ വന്നിട്ട് അതിൽ ഫീച്ചേഴ്സും ഉണ്ടാവും ആൻഡ് അതിൻ്റെ ലേബൽസും ഉണ്ടാവും. ഇൻപുട്ടും ഔട്ട്പുട്ടും ഇല്ലേ, എക്സും വൈ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ ക്ലസ്റ്ററിങ് ആണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഫീച്ചേഴ്സ് കുറേ ഉണ്ടാവും. അതിൻ്റെ പാറ്റേൺസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിനൊരു ഗ്രൂപ്പിംഗ് ആക്കുക. അങ്ങനെയായിരുന്നു ചെയ്തായിരുന്നത്. So, for decades, computers only did what they were explicitly told. Deep learning flips that. Instead of writing rules, we show the machine examples and let it discover the rules. മീൻസ് നമ്മൾ മെഷീൻ ലേണിങ്ങിൽ ചെയ്ത പോലെ അതിനെ ഡയറക്റ്റ്ലി പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ഓക്കെ, നമ്മൾ ഫീച്ചേഴ്സ് കൊടുക്കുന്നു, ഔട്ട്പുട്ട് കൊടുക്കുന്നു, അതിൻ്റെ ആ ഒരു മെഷീൻ ആ ഒരു ഔട്ട്പുട്ട് ലേൺ ചെയ്തിട്ട് അതിനനുസരിച്ച് പുതിയ ഡാറ്റ വരുമ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നു. ഇതാണ് മെഷീൻ ലേണിങ്ങിൽ നടന്നുകൊണ്ടിരുന്നത്. സോ ആ ഒരു മെത്തേഡ് മാറിയിട്ട് ഡീപ്പ് ലേണിങ്ങിൽ ഇതിൽ ആ മെഷീൻ തന്നെത്താനെ ഫൈൻഡിങ്സ് കണ്ടുപിടിച്ചിട്ട് മാച്ച് ചെയ്യുന്നു. അത് എററാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുന്നു. സോ അങ്ങനെ സെൽഫായിട്ട് അത് ഇവോൾവ് ചെയ്ത് ഈ ഒരു ഫൈൻഡിങ്സ് ഒക്കെ കണ്ടുപിടിക്കുന്നതാണ് ഡീപ്പ് ലേണിങ്ങിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ട്രഡീഷണൽ പ്രോഗ്രാമിംഗ്, ഹ്യൂമൻ റൈറ്റ്സ് എക്സാക്ട് റൂൾസ്. ഇഫ് ഇറ്റ് ഹാസ് പോയിൻറ്റി ഇയേഴ്സ് ആൻഡ് വിസ്കേഴ്സ് ആൻഡ് സേസ് മ്യൂ, ഇറ്റ്സ് ക്യാറ്റ്. സോ ആ ഒരു ജീവിക്ക് ടെയിലുണ്ട് ആൻഡ് ഈ ഒരു ടൈപ്പിലുള്ള ഇയർ ഉണ്ട് ആൻഡ് ഫേഴ്സ്, അതിൻ്റെ രോമങ്ങളുണ്ട് ആൻഡ് അത് കരയുന്നത് പൂച്ച കരയുന്ന പോലെയാണ്. സോ ആ ഒരു ടൈമിൽ അതിനെ പൂച്ച എന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് മെഷീൻ ലേണിങ്ങിൽ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇവിടെ അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് കുറച്ചുകൂടി ഹെവി ഡാറ്റയിലാണ്. അതിനെ ഈ ക്യാറ്റിൻ്റെ ഇമേജസ് ഷോ ചെയ്യിപ്പിക്കുന്നു, ക്യാറ്റിൻ്റെ അല്ലാത്ത ഇമേജസ് ഷോ ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് അത് ഇതൊന്ന് ഡിസ്ക്രൈബ് ചെയ്തെടുക്കുന്നതാണ് എങ്ങനെയാണ് ഒരു ക്യാറ്റ് ഉണ്ടാവേണ്ടത്, എങ്ങനെയാണ് ഒരു ക്യാറ്റ് അല്ലാണ്ടാവുന്നത്. ഇപ്പോൾ ക്യാറ്റിൻ്റെ കുറേ ഇമേജസ് ഉണ്ട്, ക്യാറ്റ് അല്ലാത്ത ഇമേജസ് ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസസ് അത് തന്നെ ലേൺ ചെയ്തിട്ട്, മെഷീൻ തന്നെ ലേൺ ചെയ്തിട്ട് അതിന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുകയാണ്. അതാണ് ഡീപ്പ് ലേണിങ്ങിൽ നടക്കുന്നത്. അവിടെയും ഇൻപുട്ട് ലെയറും ഔട്ട്പുട്ട് ലെയറും ഒക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ മിഡിൽ ഇൻ ബിറ്റ്വീൻ ഒരു ഹിഡൻ ലെയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. അല്ല പറഞ്ഞു തന്നില്ലേ, ആ ഒരു ഹിഡൻ ലെയേഴ്സിൽ ആക്ച്വലി ഈ ലേണിങ് നടക്കുന്നു. സെൽഫായിട്ടുള്ള ഒരു ലേണിംഗ് ആണ് നടക്കുന്നത്. ഈ മോഡൽ ആക്ച്വലി കുറേ ഡാറ്റയിൽ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഡാറ്റ സെറ്റ് കൊടുക്കുമ്പോൾ ഓൾറെഡി ട്രെയിൻഡ് ആയിട്ടുള്ള ഈ ഒരു മോഡൽ അതിന്ന് പാറ്റേൺസ് ഫൈൻഡ് ചെയ്യാൻ നോക്കും. ഹിഡൻ ലെയേഴ്സ് യൂസ് ചെയ്തിട്ട് സെൽഫായിട്ടുള്ള പാറ്റേൺസ്, ഓൾറെഡി കൊടുത്ത പാറ്റേൺസ് അല്ല, സെൽഫായിട്ട് അതിൻ്റെ ഡിഫറൻസസും കാര്യങ്ങളൊക്കെ അത് ലേൺ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സോ അതിൻ്റെ ഈ ഒരു വർക്കിംഗ് ആണ് ഡീപ്പ് ലേണിങ്ങിൽ നടക്കുന്നത്. ഡീപ്പ് ലേണിംഗ്, ഹ്യൂമൻ ഷോസ് തൗസൻഡ്സ് ഓഫ് ലേബിൾഡ് ഫോട്ടോസ് ഓഫ് കാറ്റ്സ് ആൻഡ് നോൺ കാറ്റ്സ്, നോ റൂൾസ് റിട്ടേൺ. അപ്പോൾ നമ്മൾ ചോദിക്കും, ഓൾറെഡി ഇതിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ മെഷീൻ ലേണിംഗ് വെച്ചിട്ട്, പിന്നെ എന്തുകൊണ്ട് ഡീപ്പ് ലേണിംഗ് യൂസ് ചെയ്യുന്നു? ഡീപ്പ് ലേണിംഗ് യൂസ് ചെയ്യാനുള്ളൊരു കാരണം, നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ ഒരു ടാബുലാർ ഫോർമാറ്റിലുള്ള ഡാറ്റയല്ലേ, വേറെ ടൈപ്പൊന്നും മെഷീൻ ലേണിങ്ങിൽ ചെയ്തിട്ടില്ലല്ലോ. റെയർലി ആണ് കുറച്ച് ഹെവി ആയിട്ടുള്ള ഡാറ്റാസ് യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലാത്ത ടൈമിലൊക്കെയും ഈ ടാബുലാർ ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ, ഹെവി ആയിട്ടുള്ള ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ ടാബുലാർ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, മെഷീൻ ലേണിങ്ങിൽ അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള അൽഗോരിതംസ് ആണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെയും ഒരു ടേബിൾ ഫോർമാറ്റിലുള്ള എക്സൽ ഡാറ്റ അല്ലെങ്കിൽ CSV ഡാറ്റ എക്സെട്ര എല്ലാം നമുക്ക് വർക്ക് ചെയ്യാൻ വന്നായിരുന്നത്, NLP ആണെന്നുണ്ടെങ്കിലും വർക്ക് ചെയ്യാൻ വന്നായിരുന്നത് ഒരു ടേബിൾ ഫോർമാറ്റിലുള്ള ഡാറ്റയാണ്. അവിടെ ഹെഡേഴ്സ് ഉണ്ടാവും, അതിൻ്റെ കാറ്റഗറീസ് ഉണ്ടാവും, ഇൻപുട്സ് ഉണ്ടാവും, ഔട്ട്പുട്ട്സ് ഉണ്ടാവും, ഫീച്ചേഴ്സ് ആൻഡ് ലേബിൾസ്. സോ അല്ലാത്ത ഡാറ്റയിലൊന്നും നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല ML. ഓക്കെ, ആൻഡ്
ഡീപ്പ് ലേണിംഗിലേക്ക് വരുമ്പോൾ ഇത് ചേഞ്ച് ആവുകയാണ്. ഡീപ്പ് ലേണിങ്ങിൽ നമ്മൾ ഹൈ ഡയമെൻഷനുള്ള ഡാറ്റാസാണ് പിന്നീട് യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റിലും ഇത് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഹൈ ഡയമെൻഷൻ ഡാറ്റാസ് എന്ന് പറയുമ്പോൾ ഇമേജസ്, ഓഡിയോസ്, വീഡിയോസ്, ഈ ഒരു ടൈപ്പിലുള്ള ഡാറ്റേസിലൊക്കെയാണ് ഡീപ്പ് ലേണിംഗ് മെയിനായിട്ട് യൂസ് ചെയ്യുക. ഇതേ ഡാറ്റാസ് ഒരു ചെറിയ രീതിയിലൊക്കെ മെഷീൻ ലേണിങ്ങിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വീഡിയോസ് ഒന്നും പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. ഇമേജസ് ഒക്കെ ചെറിയ രീതിയിലൊക്കെ നമുക്ക് നെയിൽ ബയാസ് ഒക്കെ ഇല്ലേ, ആ ഒരു പ്രോബബിലിറ്റിയും പിന്നെ ക്ലാസിഫിക്കേഷനൊക്കെ വരുന്ന ചില അൽഗോരിതംസിൽ ഒരു പരിധി വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് അക്യുറേറ്റ് ആവണമെന്നില്ല. ഓക്കെ, അതാണ് ഡീപ്പ് ലേണിങ്ങും മെഷീൻ ലേണിങ്ങും ആ ഒരു ഡാറ്റയുടെ രീതിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു റീസൺ. ഹെവി ആയിട്ടുള്ള ഡാറ്റ വരുമ്പോൾ അത് പ്രോസസ്സ് ചെയ്യാൻ ഡീപ്പ് ലേണിംഗ് തന്നെ വേണം. ഇപ്പോൾ നമ്മൾ ML ആണെന്നുണ്ടെങ്കിലും GPU ഒക്കെ കണക്ട് ചെയ്തിട്ട് ഹെവി ആയിട്ടുള്ള വർക്ക് ലോഡ് എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഹെവി ആയിട്ടുള്ള ഡാറ്റയ്ക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ന്യൂറൽ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ ഡീപ്പ് ലേണിംഗ് എന്നൊക്കെ പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ്. ക്ലിയർ ആണോ? And the network discovers its own patterns for catness എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാറ്റ് അല്ലാത്തതിനുള്ള അതിൻ്റെ റീസൺസ് അത് ഫൈൻഡ് ചെയ്യുന്നു. ആൻഡ് ജനറലൈസസ് ടു ക്യാറ്റ്സ് ഇറ്റ്സ് നെവർ സീൻ. അപ്പോൾ അതിൽ ക്യാറ്റ് അല്ലാത്ത കുറേ പിക്ചേഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ പിക്ചേഴ്സ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ക്യാറ്റിൻ്റെ കുറേ പിക്ചേഴ്സ് ഉണ്ടാവും ആൻഡ് ക്യാറ്റ് അല്ലാത്ത കുറേ പിക്ചേഴ്സ് ഉണ്ടാവും. സോ ഇതിന് പ്രൊഡിക്റ്റ് ചെയ്യേണ്ടത് ക്യാറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ക്യാറ്റ് വരുന്നതിൻ്റെ ഫീച്ചേഴ്സ് മൊത്തം ഇത് സെൽഫായിട്ട് ലേൺ ചെയ്യും. അതേപോലെ ക്യാറ്റ് അല്ലാണ്ട് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെയും ലേൺ ചെയ്യും. എന്നിട്ട് അതിലേതാണ് ക്യാറ്റ് എന്ന് പ്രൊഡിക്റ്റ് ചെയ്യുക, ഏതാണ് ക്യാറ്റ് അല്ലാത്തതെന്ന് പ്രൊഡിക്റ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഡീപ്പ് ലേണിംഗ് വർക്ക് ചെയ്യുക. തിങ്ക് ഓഫ് ടീച്ചിങ് എ ചൈൽഡ് ടു റെക്കഗ്നൈസ് എ ഡോഗ്. യു ഡോണ്ട് ഹാൻഡ് ദം എ 200-page റൂൾ ബുക്ക്. നമ്മൾ ഇങ്ങനെ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഡോഗ് വരും. ഇപ്പോൾ ടെയിലുണ്ട്, അത് ബാർക്ക് ചെയ്യും ആൻഡ് ഈ ഒരു കളേഴ്സിലൊക്കെയാണ് വരിക, ഇന്ന ഫീച്ചേഴ്സാണുള്ളത്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ റൂൾസ് അപ്ലൈ ചെയ്തിട്ട്, റൂൾസ് ഇൻ ദ സെൻസ് ഫീച്ചേഴ്സ് കാണിച്ചു കൊടുത്തിട്ട് അത് ഡോഗല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുന്നത്. യു ഷോ ദം ഡോഗ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ അൺടിൽ ദേ ജസ്റ്റ് നോ. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡോഗ്സ് അതിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക. ഇമേജസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക, വീഡിയോസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. സോ ഇത് ആ ഒരു അനിമൽ ഡോഗാണ് എന്ന് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നവരെ, അത് ആക്ച്വലി നമ്മൾ കാണുന്ന പോലെ ഡോഗായിട്ടല്ല, ആ ഒരു ഫീച്ചേഴ്സ് നമ്മൾ ML ലേൺ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ഫീച്ചേഴ്സ് അത് സെൽഫായിട്ട് മാച്ച് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു സർട്ടൈൻ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഡോഗാണ്, ആ ഒരു മെഷീൻ വാച്ച് ചെയ്യുന്നത് ഡോഗാണെന്ന് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങും ആ പാറ്റേൺസ് കുറേ ആകുമ്പോൾ. സോ ഈ ഒരു പ്രോസസ്സാണ് ഡീപ്പ് ലേണിങ്ങിൽ നടക്കുന്നത്. അൺടിൽ ദേ ജസ്റ്റ് നോ. ദാറ്റ്സ് ദ എൻറ്റയർ പ്രിമിസ് ഓഫ് ഡീപ്പ് ലേണിംഗ്. ഓക്കെ, ഇത് ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടോ? ന്യൂറോൺസ് 10-ലോ +2-ലൊക്കെ ഉള്ളു. 10-ലോ പഠിച്ചിട്ടുണ്ടോ? പറഞ്ഞു. ഓക്കെ, ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഇതാണ് നമ്മുടെ ബയോളജിക്കൽ ന്യൂറോൺസിൻ്റെ സ്ട്രക്ചർ. ഇപ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾ നമ്മളെ ടച്ച് ചെയ്തു, ആ ടച്ച് ചെയ്തു എന്ന് നമ്മൾ സെൻസ് ചെയ്യണമെങ്കിൽ ആൾ ടച്ച് ചെയ്തിട്ട് ആ ഒരു ഇൻഫർമേഷൻ നമ്മുടെ സെൽസ് വഴി പാസ് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ ന്യൂറോൺസ് ഉണ്ട്. ആ ന്യൂറോൺസ് കണക്റ്റഡ് ആണ്. ഒരു ഹ്യൂമൻ ബോഡിയിൽ ഓൾമോസ്റ്റ് 86 ബില്യൺ ന്യൂറോൺസ് ഉണ്ട് ഈ ഒരു ടൈപ്പിൽ. ഈ ന്യൂറോൺസ് എന്നുള്ള ഇൻഫർമേഷൻ ഫൈനലി ബ്രെയിനിൽ ചെന്നിട്ട് ആ ബ്രെയിൻ ഒരു സിഗ്നൽ കൊടുത്തിട്ട് അത്
റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വന്ന് ബ്രെയിൻ സിഗ്നൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ആൾ ടച്ച് ചെയ്തു എന്നുള്ള ആക്ച്വൽ ഫീല് അവിടെ വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവില്ല. ആ ബ്രെയിൻ ടോട്ടലി ആ ബോഡിക്ക് ആ ഒരു സിഗ്നൽ കൊടുക്കുമ്പോഴാണ് നമുക്കത് വരുന്നത്. സോ ഇത് ഒരു ഗ്രൂപ്പായിട്ടുള്ള ഫങ്ഷനാണ്. ലൈക്ക് ഈ ന്യൂറോൺസ് എന്ന് പറയുന്നത് തമ്മിൽ ഇങ്ങനെ ആ ഒരു സിഗ്നൽ പാസ് ചെയ്യും. ആ സിഗ്നൽ ബ്രെയിനിൽ റീച്ച് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ്, അത്രയും പവർഫുൾ ആയിട്ടുള്ള സിഗ്നൽ അവിടെ റീച്ച് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ നിന്ന് ആ ഒരു ടച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഫീലിൻ്റെ ഒരു റെസ്പോൺസ് അവിടെ നിന്ന് വരുള്ളൂ. റെസ്പോൺസ് ഇൻ ദ സെൻസ് ആ ഒരു ടച്ച് ചെയ്തതിൻ്റെ ആ ഒരു സിഗ്നൽ പാസ് ചെയ്ത് അവിടെ എത്തി എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൺഫർമേഷൻ. ഓക്കെ, സോ അതാണ് ബയോളജിക്കൽ ന്യൂറോൺസിൽ സംഭവിക്കുന്നത്. ആക്ച്വലി ഇത് ഇൻസ്പയർഡ് ആയിട്ടാണ് നമുക്ക് ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ ഇതിൽ ഏകദേശം വരുന്ന സംഭവങ്ങൾ അവിടെയും ഒരു ഇൻസ്പിറേഷനായിട്ട് എടുത്തിട്ട് ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ഇതൊരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ, ഇവിടെ കോറ്, ഇതിൻ്റെ ചുറ്റുള്ള സോമ സംതിങ് ആ ഒരു രീതിയിലാണ് പറയുക. ദെൻ ഇവിടെ വരുന്ന ഈ എഡ്ജസ് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയും. ദെൻ ഇവിടെ മൈലിൻ ഷീത്ത്, ആക്സോണ് ആൻഡ് ഇൻ്റർസെപ്ഷൻ ഓഫ് റാൻവിയ. ആൻഡ് ഇത് ആക്സോൺസ്, ടെർമിനൽസ്, ഇവിടെ സിനാപ്സ് എന്ന് പറയും. ദെൻ ഈ എഡ്ജസ് അതിൻ്റെ നോബ്സ് സിനാപ്റ്റിക് നോബ് എന്ന് പറയും. ഈ ഒരു ഇത് ഒറ്റ ന്യൂറോണിൻ്റെ കേസാണ്. ഇങ്ങനത്തെ മൾട്ടിപ്പിൾ ന്യൂറോൺസ് നമ്മുടെ ബോഡിയിലുണ്ടാവും. സോ ഇതേപോലെ ആ ഒരു സിനാപ്റ്റിക് നോബ് വഴി ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെ മൾട്ടിപ്പിൾ ന്യൂറോൺസിന് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. സിനാപ്സിൻ്റെ ഇവിടെ കണ്ടിരുന്നു, ഡെൻഡ്രൈറ്റ്സ്, ആക്സോണ്, സിനാപ്സ് അടുത്തതായിട്ട് കണക്ട് ചെയ്യുന്നു. ആക്സോണും ഇവിടെ ഈ ഒരു പാർട്ടുമായിട്ട് കണക്ഷൻ വരും. ഓക്കെ, ഇതാണ് ബയോളജിക്കൽ ന്യൂറോണിൻ്റെ ഒരു സ്ട്രക്ചർ. ഇനി നമ്മൾ ആർട്ടിഫിഷ്യൽ ന്യൂറോണിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, ഇത് ബയോളജിക്കൽ ന്യൂറോണിൻ്റെ ഒരു സ്ട്രക്ചർ, ഇത് ആർട്ടിഫിഷ്യൽ ന്യൂറോണിൻ്റെ ഒരു സ്ട്രക്ചർ, ലൂസ്ലി ഇൻസ്പയർഡ് ബൈ ദി ബ്രെയിൻ. The neural in neural network is a node to biology. A real brain neuron and an artificial one aren't identical, but the resemblance is where the whole field got its name and its earliest ideas. So ഇത് ടോട്ടലി ബയോളജി ഇൻസ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ബയോളജീനെക്കാട്ടിലും കുറച്ചുകൂടി മാത്ത് ആണ് അതിൻ്റെ ബിഹൈൻഡിൽ വരുന്നത്. ബയോളജിക്കൽ ന്യൂറോണിൽ ഡെൻഡ്രൈറ്റ്സ് റിസീവ് സിഗ്നൽസ് and the cell body combines them. If strong enough, അതാണ് പറഞ്ഞത്, ആ ഒരു സിഗ്നൽ അത്രയും സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമുക്കൊരു ഫീൽ ഉണ്ടാവുള്ളൂ. അത് അത്ര സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നലല്ല. അപ്പോൾ നമ്മൾ ടച്ച് ചെയ്ത് അറിഞ്ഞ പോലും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ആ സിഗ്നൽ അത്ര ഫോഴ്സ് ഉള്ളതായിരുന്നില്ല, അത്ര സ്ട്രോങ് ആയിരുന്നില്ല. അതാണ് ചില ടച്ചസ് ഒന്നും നമ്മൾ അറിയാത്തത്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഫോഴ്സ്ഫുള്ളി ഒരു ടച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു സിഗ്നൽ ബ്രെയിനിൽ പോയിട്ട് ആ ഒരു ടച്ച് ചെയ്തു അല്ലെങ്കിൽ നമ്മളെ പുഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അറിയുള്ളൂ. ഓക്കെ, ആൻഡ് ആൻ ഇലക്ട്രിക്കൽ പൾസ് ഫയർസ് ഡൗൺ ദി ആക്സോൺ ടു ദ നെക്സ്റ്റ് ന്യൂറോൺ. സോ ഈ ഇലക്ട്രിക്കൽ പൾസാണ് ആ ഒരു മൾട്ടിപ്പിൾ ന്യൂറോൺസ് വഴി ട്രാവൽ ചെയ്തിട്ട് ബ്രെയിനിലെത്തുന്നതും അവിടെ നിന്ന് റീസിഗ്നൽ തരുന്നതും. ബയോളജിക്കൽ ന്യൂറോണിൻ്റെ സ്ട്രക്ചറാണിത്, അതിൻ്റെ ഒരു വർക്കിംഗ് ആണ്. ദെൻ ആർട്ടിഫിഷ്യൽ ന്യൂറോണിൽ വരുമ്പോൾ ഇവിടെയും നമുക്ക് ഇൻപുട്സും ഔട്ട്പുട്ടും ഉണ്ട്. ഇൻപുട്സ് എന്ന് പറയുന്നത് ഈ ഒരു X1, X2, X3 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫീച്ചേഴ്സാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് 3 ഇൻപുട്ട് ആണ് ഉള്ളതെങ്കിൽ X1, X2, X3 എന്ന് പറയാം. കൂടുതൽ ഇൻപുട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര ഇൻപുട്സ് ഉണ്ടോ ആ ഇൻപുട്സിനെയൊക്കെയും നമുക്ക് അത്രയും നമ്പർ ഈ ഒരു ഇതിൽ അറേഞ്ച് ചെയ്യാം. ദെൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഇത് കുറച്ച് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ മെഷീൻ ലേണിങ്ങിലാണെന്നുണ്ടെങ്കിലും ബൈനറി ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടല്ലോ. അപ്പോൾ ബൈനറി ക്ലാസിഫിക്കേഷനിൽ നമ്മൾ 2 ഔട്ട്സാണ് വന്നിരുന്നത്. ആൻഡ് മൾട്ടി ക്ലാസിഫിക്കേഷനിൽ 2-ൽ കൂടുതൽ വരാം. മൾട്ടി ലേബൽ വരുമ്പോൾ കുറച്ചുകൂടി വരാം. ദെൻ റിഗ്രഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ അല്ലേ വരുള്ളൂ, കണ്ടിന്യൂസ് ന്യൂമറിക്കൽ വാല്യൂ ആണ് റിഗ്രഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് ഒരു വാല്യൂ വരുള്ളൂ. ഇപ്പോൾ ഇവിടെ 2 വാല്യൂ ആണെന്നുണ്ടെങ്കിൽ y എന്നുള്ളത്
രണ്ട് ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടെണ്ണമായിട്ടുണ്ടാവും. സോ അതാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും. ഈ ഒരു സ്ട്രക്ചർ ക്ലിയർ ആണോ? ഇതിൻ്റെ പറയാം, ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും ക്ലിയർ ആണോ? ആർട്ടിഫിഷ്യൽ ന്യൂറോണിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എത്ര കൗണ്ടാണ് യൂസ് ചെയ്യുന്നതെന്ന്. 10 ഫീച്ചർ ഉണ്ടെങ്കിൽ അവിടെ x10 വരെ ഉണ്ടാവും. അപ്പുറത്ത് എന്താണോ ഔട്ട്പുട്ട് വരേണ്ടത്, ഒറിജിനൽ ഔട്ട്പുട്ട് വരേണ്ടത്, ഇപ്പോൾ ക്യാറ്റാണോ ഡോഗാണോ എന്നുള്ള ഔട്ട്പുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ 2 എണ്ണം ഉണ്ടാവും. ക്യാറ്റിന് ഒരെണ്ണം, ഡോഗിന് ഒരെണ്ണം. നമ്പറാണ് പ്രൊഡിക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു നമ്പറല്ലേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു നമ്പറിൻ്റെ വൈ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടാവും, ഇപ്പോൾ ഉള്ള പോലെ. പിന്നെ മൾട്ടി ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ 2ൽ കൂടുതലുണ്ടാവും. സോ 2 3 എണ്ണം ഒക്കെ ഉണ്ടാവും. എത്ര എണ്ണമാണോ അത്ര എണ്ണം ഉണ്ടാവും. ക്ലിയർ ആണോ? Okay. Inputs are multiplied by weights and summed together, passed through an activation function that decides the output. So ഇതിൻ്റെ ഈ ഇൻ ബിറ്റ്വീൻ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ജസ്റ്റ് ഒന്ന് പറയുന്നത്. ഇതിൽ ഈ x1 x2 x3 എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ആയിട്ടാണ് എടുക്കുന്നത്, ഇൻപുട്സ് ആയിട്ടാണ് എടുക്കുന്നത്. സോ ആ ഒരു ഇൻപുട്സിന് വെയ്റ്റ്സ് ആയിട്ട് അതിൻ്റെ കൂടെ ഒരു ചെറിയ വെയ്റ്റ്സ് പാസ് ചെയ്യും. എല്ലാത്തിനും ഓരോ ചെറിയ വെയ്റ്റ്സ് പാസ് ചെയ്യും. ഇത് ഇനിഷ്യലൈസ് ചെയ്യാൻ ഓൾറെഡി HE അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അൽഗോരിതംസ് ഉണ്ട്. നോർമൽ ഹീന്ന് എഴുതൂലേ, അതേപോലെ HE ഇനിഷ്യലൈസേഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു രീതിയിൽ ആ വെയ്റ്റ്സ് ഇനിഷ്യലൈസ് ചെയ്യാൻ റാൻഡം ആയിട്ടാണ് ആ ഒരു വെയ്റ്റ്സ് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്നത്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്കോറ് ML പാസ് ചെയ്യാണ്. അപ്പോൾ ടോട്ടൽ സ്കോറാണ് പ്രൊഡിക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു സ്കോർ എല്ലാം കൂടി പാസ് ചെയ്തിട്ട് അതിനെ പ്ലസ് ചെയ്താൽ മതി. ഓക്കെ, ടോട്ടൽ സ്കോറാണ് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഒരു സ്റ്റുഡൻറ്റിൻ്റെ 4-5 സബ്ജക്റ്റിൻ്റെ സ്കോറാണ് നമുക്ക് ടോട്ടൽ സ്കോർ. ഔട്ട് ഓഫ് 1000 ഔട്ട് ഓഫ് 700 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ സ്കോർ എത്രയാണ് നോക്കാൻ ഓരോ സബ്ജക്റ്റിൻ്റെയും സ്കോർ എടുത്തിട്ട് പ്ലസ് ചെയ്ത് പോയാൽ മതി. പക്ഷെ ഇവിടെ നടക്കുന്നത്, ഇവിടെ ഈ സിഗ്മ എന്നുള്ള ഇത് കണ്ടോ, ഈ ഒരു സെക്ഷൻ, ആ സിഗ്മ എന്നുള്ള സെക്ഷനിൽ ഇത് സമ്മേഷൻ ചെയ്യുകയാണ് ചെയ്യുക. അതായത് എല്ലാ ഇൻപുട്സിൻ്റെ ആ ഒരു വെയ്റ്റ്സ് ഇവിടെ സം ചെയ്യും, ഇൻപുട്സും വെയ്റ്റ്സും. സോ ഇത് ഒറ്റ ഇതിലേക്ക് ആക്കുന്നതുകൊണ്ട് ഏത് ഇൻപുട്ടിൻ്റെ വെയ്റ്റ്, ഏത് ഇൻപുട്ടാണ് ഇതിലേക്ക് ഇൻപുട്ട് മാത്രം പാസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഏത് ഇൻപുട്ടിൻ്റെ ആണ് ഈ സമ്മേഷൻ ചെയ്തിട്ട് ഇങ്ങോട്ട് പാസ് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ 3 എണ്ണം പാസ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം കൂടി വന്നിട്ട് ഇതിലല്ലേ സം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങോട്ടേക്ക് സിഗ്നൽസ് പാസ് ചെയ്യണം. നമുക്ക് മെഷീൻ ലേണിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഫൈനലി ആ ഒരു ടോട്ടൽ സ്കോർ എന്ന് പറഞ്ഞത് എല്ലാം കൂടി കൂട്ടി എഴുതിയാൽ മതി, ടോട്ടൽ സ്കോറാണ് പ്രൊഡിക്റ്റ് ചെയ്യണമെങ്കിൽ. പക്ഷേ ഇവിടെ വരുമ്പോൾ എഗെയിൻ സ്റ്റെപ്സ് ഇനിയും പോകാനുണ്ട്. അപ്പോൾ ആ ഒരു സമ്മേഷൻ എന്നുള്ള സ്റ്റെപ്പാണ് അതിൽ നിൽക്കുന്നത്, ആ ഒരു ലേണിംഗ് സ്റ്റേജിൽ നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഇൻപുട്സ് ഇല്ലേ, x1 x2 x3 എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ കൂടെ ചെറിയൊരു വെയ്റ്റും കൂടി പാസ് ചെയ്യും. റാൻഡമായിട്ട് പാസ് ചെയ്യുന്നതാണ്. അതിനാണ് ഇനീഷ്യലൈസേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. HE ആ ഒരു ടൈപ്പൊക്കെയാണ് നോർമലി യൂസ് ചെയ്യുന്ന ഒരു ഇനിഷ്യലൈസേഷൻ മെത്തേഡ്. അതും ഒരുപാട് ഹൈ വാല്യൂ ആയിരിക്കില്ല, ഒരു 0.01 2.01 -2.01 ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ഈ ഒരു വാല്യൂസ് കൊടുക്കുന്നത്. റാൻഡമാണത്. ഓക്കെ, അത് എടുക്കാനാണ് HE എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനിഷ്യലൈസേഷനൊക്കെ യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ ഇനിഷ്യലൈസേഷൻ പാസ് ചെയ്തു, വെയ്റ്റ്സ് ക്രിയേറ്റ് ചെയ്തു, ഒരു സ്മോൾ വെയ്റ്റ്സ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂസാണ് ഇങ്ങോട്ടേക്ക് എത്തേണ്ടത്, സിഗ്മയിലേക്ക്. ആൻഡ് ഇതിൻ്റെ ഇടയിലും ആക്ടിവേഷൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടാവും. സോ ഇവിടെ ഈ ബയോളജിക്കൽ ന്യൂറോൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ സെൽ ബോഡി ഡെൻഡ്രൈറ്റ്സ് റിസീവ് സിഗ്നൽസ്. സോ ഇവിടെ നിന്ന് വരുന്ന എന്താ, ഇൻപുട്സ് വെയ്റ്റ്സും ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നു. ആൻഡ് ദ സെൽ ബോഡി കമ്പൈൻസ് ദം. ഇവിടെ എന്താ ചെയ്യുന്നത്, ആ സിഗ്മ അത് കമ്പൈൻ ചെയ്യുന്നു, സമ്മേഷൻ ചെയ്യുന്നു. ഇഫ് സ്ട്രോങ് ഇനഫ് ആൻഡ് ഇലക്ട്രിക്കൽ പൾസ് ഫയർസ് ഡൗൺ ദി ആക്സോൺ ടു ദ നെക്സ്റ്റ് ന്യൂറോൺ. സോ ഇവിടെ നിന്ന് ആ ഒരു ഫോഴ്സ്, ഇൻപുട്സ് ഇതിനെ ട്രിഗർ ചെയ്യാൻ മാത്രമുള്ള
ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നെക്സ്റ്റിലേക്ക് പാസ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു പുഷിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഫീച്ചർ വേണം. അതാണ് ആക്ടിവേഷൻ ഫങ്ഷൻസ്. ആ സിഗ്നൽ സ്ട്രോങ് ഇനഫ് ആണെങ്കിൽ മാത്രമാണ് അടുത്തയിലേക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെയ്റ്റ്സും ബയാസും ആയിട്ട് പാസ് ചെയ്തായിരുന്നില്ലേ ഗ്രേഡിയൻസിൽ. ഓക്കെ, ആ വെയ്റ്റ്സും ബയാസും ആയിട്ട് പാസ് ചെയ്തതിൽ വെയ്റ്റ് 0 വന്നാൽ എന്താ സംഭവിക്കുക? റെഗുലറൈസേഷനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വെയ്റ്റ് 0 വരുന്നതുണ്ടായിരുന്നു, വെയ്റ്റ് നിയർലി 0 വരുന്നതുണ്ടായിരുന്നു. വെയ്റ്റ് 0 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഫീച്ചറിന് എന്താ സംഭവിക്കുക? L1 ആൻഡ് L2 റെഗുലറൈസേഷൻ പഠിച്ചാണോ? ഫീച്ചറിന് ലാസ്വാൻ റിഡ്ജ് റെഗുലറൈസേഷൻ. നോട്ട് വായിച്ചിട്ടില്ലല്ലോ? ഫീച്ചർ റിമൂവൽ ഏതിലാണ് വരുന്നത്? 0-ലാണോ അതോ നിയർലി 0-ലാണോ? 0 ആകുമ്പോഴാണ് ആ ഒരു വെയ്റ്റ്സ് റിമൂവ് ആയിട്ട് പോകുന്നത്. നിയർലി 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫീച്ചർ കീപ്പ് ചെയ്യും. അതേപോലെ ഒരു സ്മൂത്തനിങ് വേർഷൻ ആയിരിക്കും അവിടെ കീപ്പ് ചെയ്യുന്നത്. എല്ലാ ഫീച്ചറും കീപ്പ് ചെയ്യും, പക്ഷെ ഒരു സ്മൂത്തനിങ് വേർഷൻ ആയിരിക്കും അവിടെ വാല്യൂസ് ആയിട്ട് വെക്കുന്നത്. മറ്റേ L1-ൽ അത് ടോട്ടലി വെയ്റ്റ്സ് 0 ആക്കിയിട്ട് ആ ഒരു ഫീച്ചർ തന്നെ റിമൂവ് ചെയ്ത് കളയും. ഇത് XGBoost വരെ പറഞ്ഞാണ്. അതിലും റെഗുലറൈസേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്നാണ് ഈ f(x) എന്ന് പറയുന്നില്ലേ, ഇതാണ് ഒരു ആക്ടിവേഷൻ ഫങ്ഷൻ ആയിട്ട് എടുക്കുന്നത്. അതായത് ഈ വരുന്ന കമ്പൈൻഡ് സിഗ്നൽ, വരുന്ന വെയ്റ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സിഗ്നൽ, അതിനെ അത്രയ്ക്ക് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അതിനെ കടത്തി വിടുള്ളൂ. ഓക്കെ, ആർട്ടിഫിഷ്യൽ ന്യൂറോൺസിൽ ആ വെയ്റ്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ആ ഒരു ഇൻപുട്സ് അത്രയ്ക്കും സ്ട്രോങ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ വെയ്റ്റ് x1 എന്നുള്ളതിൻ്റെ വെയ്റ്റ് ഒരു 1.1 ആണെന്ന് വയ്ക്കുക. അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു 2 എന്നുള്ളതോ അത്ര ഒരു റേഞ്ചിലൊക്കെയാണ് വരിക. 2 അല്ലെങ്കിൽ 2.01 ആ ഒരു രീതിയിലൊക്കെയാണ് വെയ്റ്റ് ഇനിഷ്യലൈസ് ചെയ്യുക. 1 2.1 അങ്ങനെയൊക്കെയാണ് ഇനിഷ്യലൈസ് ചെയ്യുക. ഒരുപാട് ഹൈ വാല്യൂ ആക്കില്ല, കാരണം ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ് നടക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ആക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ x1-ൻ്റെ വാല്യൂ 100ഉം ഇതിൻ്റെ വാല്യൂ വെയ്റ്റിൻ്റെ വാല്യൂ ഇവിടെ നിന്ന് പോകുന്ന വെയ്റ്റിൻ്റെ വാല്യൂ 5 ആണെന്നുണ്ടെങ്കിൽ 100 × 5, 10 ആണെന്നുണ്ടെങ്കിൽ 100 × 10 അങ്ങനെയാണ് വരിക. സോ ടോട്ടലി ആ ഒരു വാല്യൂസ് ഭയങ്കര ഹൈ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ആ വെയ്റ്റ്സ് പാസ് ചെയ്യുമ്പോൾ ആ വെയ്റ്റ്സിൻ്റെ ആ ഒരു ഇത് 2.01 ആ ഒരു രീതിയിലൊക്കെയാണ് കൊടുക്കുക. 1 1.01 0.001 റാൻഡംലി കൊടുക്കുകയാണ് ചെയ്യുക. അത് ഓൾറെഡി അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടായിരിക്കും, ഇനിഷ്യലൈസേഷൻ്റെ മെത്തേഡ്സ്. അതുകൊണ്ടാണ് ആ ഒരു റാൻഡം വാല്യൂസ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഏകദേശം ഒരു നിയർലി ബെറ്റർ വാല്യൂ ആയിട്ട് വരുന്നത്. ഓൾറെഡി ഇങ്ങനെ കുറേ ഡാറ്റ കണ്ടിട്ടുണ്ടാവും ആ ഒരു മോഡലിൽ. അപ്പോൾ അവിടെ നിന്നെടുത്ത് അതിന് പറ്റിയൊരു കോമ്പിനേഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡിഫറെൻറ്റ് വെയ്റ്റ്സ് ഉണ്ടല്ലോ, ഡിഫറെൻറ്റ് വെയ്റ്റ്സിന് ഓരോ ഡിഫറെൻറ്റ് ഇൻപുട്സും ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇതിൻ്റെ കൂടെയാണ് ഇത് പാസ് ചെയ്യുന്നത്. സോ എല്ലാത്തിനും വെയ്റ്റ്സും ഉണ്ടാവും, ഈ ഇൻപുട്സിനൊക്കെ വെയ്റ്റ്സ് ഉണ്ടാവും. അതാണ് ഇവിടെ വന്നിട്ട് സം ചെയ്യുന്നത്. ആ സം ചെയ്യുമ്പോൾ
അതിനെ മൂവ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ആ ഒരു സിഗ്നലിനുണ്ട് എന്നുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് വരുന്ന ആ ഒരു വെയിറ്റ് ആൻഡ് ഇൻപുട്ട് സിഗ്നലിനുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് അപ്പുറത്തേക്ക് പാസ് ചെയ്യുന്നത്. അതിന് കപ്പാസിറ്റി ഇല്ല എന്ന് പറയുകയെന്നുണ്ടെങ്കിൽ അവിടെ വെയിറ്റിൻ്റെ വാല്യൂ 0 ആയി പോകുന്നതാണ്. വെയിറ്റിൻ്റെ വാല്യൂ 0 ഇൻ ദ സെൻസ് ഇവിടെ വെയിറ്റും ബയാസുമായിട്ടാണ് പാസ് ചെയ്യുക. അതിൽ വെയിറ്റ് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് ആ വെയിറ്റ്സും ഇൻപുട്സും ആയിട്ടാണ്. അതിൽ വെയിറ്റ്സ് 0 ആയി പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഗുലറൈസേഷൻ യൂസ് ചെയ്ത പോലെ അവിടെ ആ ഒരു ഫീച്ചർ റിമൂവ് ചെയ്ത് പോകുന്ന പോലെ ഇതിന് മൂവ് ചെയ്യിക്കാൻ കപ്പാസിറ്റി ഉണ്ടാവില്ല. വെയിറ്റ്സ് 0 ആയി പോയി എന്ന് പറയും. കാരണം ഇൻഫർമേഷൻ അവിടെ നിന്ന് പിന്നെ പാസ് ചെയ്യാനുള്ളൊരു വഴിയില്ല. ആൻഡ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെയിറ്റ്സും ഈ ഇൻപുട്ടും കമ്പൈൻ ചെയ്തിട്ട് അത് യൂസ് ചെയ്യുന്നത് നെഗറ്റീവായി പോയിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ് ഇതിൻ്റെ ഫ്ലോ വരുന്നത്. ആൻഡ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിന് പുഷ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സ്ട്രോങ് സിഗ്നലാണ്. ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ അവിടെ അതിന് മൂവ് ചെയ്യിക്കാൻ പറ്റും, സ്ട്രോങ് സിഗ്നലാണ്. മറ്റത് വീക്കർ സിഗ്നലാണ്. നെഗറ്റീവ് വരികയാണെങ്കിൽ വീക്കർ സിഗ്നലാണ്. 0 ആണെന്നുണ്ടെങ്കിൽ അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ ആയോ? 3 തരത്തിലാണ് വരിക. ഒന്ന് പോസിറ്റീവ് സിഗ്നൽസ് വരും, അത് വെയിറ്റും ഈ ഇതും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ 1, 2 അങ്ങനത്തെ ഒക്കെ വാല്യൂസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുമ്പോൾ അത് പോസിറ്റീവാണ്. പോസിറ്റീവ് ആകുമ്പോൾ സ്ട്രോങ്ങർ സിഗ്നൽസ് ആയിരിക്കും വരുന്നത്. അതേസമയം നെഗറ്റീവ് ആകുമ്പോൾ വീക്കർ സിഗ്നൽസ് ആണ് വരുന്നത്. സോ പിന്നെ വരുന്നത് മൂന്നാമത്തെ കേസ് 0 ആണ്. 0യിൽ നിയർ 0 അല്ലെങ്കിൽ 0 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. സോ ഇവിടെ നിന്ന് ഇൻഫർമേഷൻ ഇങ്ങോട്ട് പാസ്സാവില്ല. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ ഡീറ്റെയിൽ ആയിട്ട്? കാരണം ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. അവിടെ നിന്ന് പാസ് ചെയ്യുന്ന ആ ഇൻപുട്ട് x1, x2, x3 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഇൻപുട്സ് ആണത് x1, x2 എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഇതൊരു ക്യാറ്റിൻ്റെ പ്രൊഡിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പോയിൻ്റ് ഇയേഴ്സ് ഡിറ്റക്ടേഴ്സ് ആൻഡ് വിസ്കേഴ്സ് ഡിറ്റക്ടർ, 2 ഫീച്ചേഴ്സാണ് x1, x2 എന്ന് പറയുന്നത്. അതിൻ്റെ ഇൻപുട്ടിൻ്റെ ഏകദേശം ഒരു വാല്യൂ റാൻഡമായിട്ട് കൊടുത്തിരിക്കുകയാണ്, 0.8ഉം 0.6ഉം. ആൻഡ് x1 എന്നുള്ളത് 0.8 ആയി, x2 എന്നുള്ളത് 0.6. റാൻഡമായിട്ട് എടുത്തതാണ്, ഏകദേശം ഒരു വാല്യൂസ് കൊടുത്തു എന്നുള്ളൂ, ഇപ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. Then the neuron doesn't decide these values, they came from the previous layer. Think of them as a evidence. So ആദ്യം ഈ പോയിൻ്റ് ഇയേഴ്സ് ആണ് ആ ഒരു ക്യാറ്റിനുള്ളതെങ്കിൽ അതിൻ്റെ വാല്യൂ 0.8 ആണ്. അടുത്തത് വിസ്കേഴ്സ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 0.6 ആണ് അതിൻ്റെ വാല്യൂ. ദെൻ എവറി ഇൻപുട്ട് ഹാസ് എ വെയിറ്റ്, നമ്മളിപ്പോൾ പറഞ്ഞത്. ആൻഡ് എവറി കണക്ഷൻ ഹാസ് ഇറ്റ്സ് ഓൺ വെയിറ്റ്, ഓരോ കണക്ഷനും അതിൻ്റെ വെയിറ്റ് ഉണ്ടായിരിക്കും. സോ x1ൻ്റെ കൂടെ നമ്മൾ W1 വെയിറ്റ് 1 കൂടി പാസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഇക്വേഷൻ വരുന്നത് x1 W1, അതായത് ഈ ഇൻഫർമേഷൻ ഷെയറിങ്ങിൻ്റെ ടോട്ടൽ ആ ഒരു ന്യൂറോൺസിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ
ഇക്വേഷൻ വരുന്നത് x1w1 പ്ലസ് x2w2 പ്ലസ് അപ് ടു xnwn പ്ലസ് ബയാസ്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ആൻഡ് x1w1 ഇവിടെ ഉണ്ട്, x2w2 ആൻഡ് ഇത് ഒരു ന്യൂറോണിലേക്ക് പാസ് ചെയ്യുന്നു. ആ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ പറഞ്ഞില്ലേ, അതിലേക്ക് പാസ് ചെയ്യുന്നു. സപ്പോസ് w1 അതിൻ്റെ വെയിറ്റ് രണ്ടും w2 -1 ആണെന്നുണ്ടെങ്കിൽ, ആൻഡ് വെയിറ്റ്സ് ആൻസർ വൺ ക്വസ്റ്റ്യൻ, ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് ദിസ് ഇൻപുട്ട്. നമ്മൾ ആ സമ്മേഷൻ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു വെയിറ്റ്സ് അവിടെ പാസ് ചെയ്യുന്നത്. ആൻഡ് അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഇൻപുട്ട് എന്നുള്ളതാണ് അവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് പോസിറ്റീവ് വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എവിഡൻസ് ആണ്. ഇപ്പോൾ പറഞ്ഞ ഒരു നെഗറ്റീവ് വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ എവിഡൻസ് അഗെയിൻസ്റ്റ് ദ പ്രഡിക്ഷൻ, ആൻഡ് 0 ആണെന്നുണ്ടെങ്കിൽ ഇഗ്നോർ ദിസ് ഫീച്ചർ. നമ്മൾ ആ ഒരു ഫീച്ചർ റിമൂവ് ചെയ്ത് കളയും, റെഗുലറൈസേഷനിലൊക്കെ ചെയ്യുന്ന പോലെ. സോ 3 ടൈപ്പ്, പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് 0. ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ 0.8 എന്നുള്ള ഒരു ഫീച്ചറിൻ്റെ വാല്യൂ ആയിരുന്നു, 2 എന്നുള്ളത് അതിൻ്റെ വെയിറ്റ്. സോ 0.8 ഇൻറ്റു 6, 0.8 ഇൻറ്റു 2 1.6. ദെൻ സെക്കൻഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് വേറൊരു ഫീച്ചറായിരുന്നു, 0.6 ഇൻറ്റു -1 ഈക്വൽ ടു -0.6. ആൻഡ് ഈ ഒരു ന്യൂറോൺസ് ഇപ്പോൾ ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. ട്രാൻസ്ഫോം ആയിട്ട് അതിൻ്റെ വാല്യൂസ് നോക്കിയിട്ടുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ x1 എന്നുള്ളത് അതിൻ്റെ വോട്ട് വരുന്നത് 0.8 ആണ്. ഇമ്പോർട്ടൻസ് വരുന്നത്, വെയ്റ്റ്സ് വരുന്നത് ഇൻറ്റു 2 ആണ്. സോ അതിൻ്റെ ഫൈനൽ വോട്ട് വരുന്നത് 1.6ഉം ഇവിടെ 0.6 വരുന്നു, x -1 വരുന്നു, -0.6. ഇതിൽ എല്ലാം കൂടി സം ചെയ്യണം. 1.6ഉം അടുത്ത ഫീച്ചറിൻ്റെ -0.6ഉം. സോ ടോട്ടലി 1.6 -0.6 വരുമ്പോൾ 1 വരും ടോട്ടൽ വെയിറ്റ്. സോ ഇതിൻ്റെ കൂടെ ഒരു ബയാസും കൂടി ആഡ് ചെയ്യണം. ബയാസ് ആഡ് ചെയ്യണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ കേസ് ഇവിടെ നിന്ന് 0 ആയി പോകാമെന്ന് വയ്ക്കുക, ഈ കമ്പൈൻ ചെയ്തിട്ട് വരുന്ന വെയ്റ്റഡ് സമ്മ് 0 ആയി പോകാമെന്ന് വയ്ക്കുക, സ്റ്റിൽ അവിടെ നിന്ന് ഡാറ്റ അവിടെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതിനെ പാസ് ചെയ്യണം. ജസ്റ്റ് ഫീച്ചർ 0 ആയി പോയി എന്നുള്ളത് കൊണ്ട് മാത്രം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റ മിസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് സ്ലൈറ്റ്ലി ഒരു ബയാസ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബയാസ് 0.5 എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ദെൻ 1.0 പ്ലസ് ഈ ഒരു ബയാസ് 0.5, നമുക്ക് വെയ്റ്റഡ് സം കിട്ടിയത് 1.0 ആണ്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, ഈ ഒരു ബയാസും കൂടി ആഡ് ചെയ്യുന്നു 0.5. ഇൻ കേസ് അവിടെ 0 ആയി പോകാമെന്നുണ്ടെങ്കിലും അടുത്തതിൽ ഈ വെയ്റ്റ്സ് പാസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഗ്രേറ്റർ ദാൻ 0 വന്നാലാണല്ലോ ഇൻഫർമേഷൻ പാസ്സാകുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു പോസിറ്റീവ് നമ്പർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബയാസ് ആഡ് ചെയ്ത് കൊടുത്തു, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ആ ഒരു സ്റ്റെപ്പിൽ ആഡ് ചെയ്ത് കൊടുത്തു. ആൻഡ് ഇനി ചെക്ക് ചെയ്യാണ്, z ഈക്വൽ ടു 1.5. ദിസ് വാല്യൂ ഈസ് കാൾഡ് പ്രീ ആക്ടിവേഷൻ ഓഫ് വെയ്റ്റഡ് സം. സോ ഇതാണ് ആ ഒരു പ്രീ ആക്ടിവേഷൻ അല്ലെങ്കിൽ വെയ്റ്റഡ് സം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് ഫോർമുല എന്ന് പറയുമ്പോൾ z അല്ലെങ്കിൽ z ഈക്വൽ ടു x1w1 പ്ലസ് x2w2 പ്ലസ് ബി എന്ന് പറയുന്നത് ബയാസാണ്. x1 എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറിൻ്റെ ഇൻപുട്ട്, w1 എന്ന് പറയുമ്പോൾ ആ x1ൻ്റെ വെയിറ്റ് കൊടുത്തത്. ഇതിൽ 0.8 ആയിരുന്നു അതിൻ്റെ വെയിറ്റ്, അടുത്ത ഇൻപുട്ടിൻ്റെ വെയിറ്റ്, അങ്ങനെയാണ് വരിക. ഫോർ അവർ എക്സാമ്പിൾ z ഈക്വൽ ടു 0.8 ഇൻറ്റു 2 ആൻഡ് 0.6 ഇൻറ്റു പ്ലസ് 0.6 ഇൻറ്റു -1. സോ അതിൻ്റെ വെയ്റ്റഡ് സമ്മ് പ്ലസ് ഒരു ബയാസും കൂടി. സോ ഇതിൻ്റെ വാല്യൂസ് ഒക്കെ ആഡ് ചെയ്യുക, 1.6, 0.6, 0.5, ഇത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 1.5 വന്നു. ദെൻ പാസ് ത്രൂ ആൻ ആക്ടിവേഷൻ ഫംഗ്ഷൻ. ദ ന്യൂറോൺ സ്റ്റിൽ ഹാസൻ പ്രൊഡ്യൂസ്ഡ് ഇറ്റ്സ് ഫൈനൽ ഔട്ട്പുട്ട്. നമ്മൾ എന്തുവരെ ചെയ്തിട്ടുള്ളൂ, ആ z എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ വരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ സിഗ്മ ഈ ഒരു സ്റ്റെപ്പ് വരെയാണ് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനിയും സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ആക്ടിവേഷൻ ഫംഗ്ഷനിലൂടെ ഇതിനെ കടത്തി വിടുന്നത്. f(x) എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവേഷൻ ഫംഗ്ഷനിലൂടെ അതിനെ കടത്തി വിടുന്നത്. ഇത് എടുക്കാനുള്ള അവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്.
എന്തുകൊണ്ട് ഇൻപുട്സ് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ റീസണാണിത്. 2 സ്റ്റുഡൻസ് ഉണ്ട്. സ്റ്റുഡൻറ്റ് എ എന്ന് പറയുന്നത് മാത്തിന് 95 മാർക്കും ഉണ്ട്, ഇംഗ്ലീഷിന് 40 മാർക്കും ഉണ്ട്. സ്റ്റുഡൻറ്റ് ബി എന്ന് പറയുന്നത് മാത്തിന് 40 മാർക്കും ഉണ്ട്, ഇംഗ്ലീഷിന് 95 മാർക്കും ഉണ്ട്. ആൻഡ് ഇഫ് യു ആർ പ്രെഡിക്റ്റിംഗ് സക്സസ് ഇൻ ആൻ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം, മാത്ത് ഷുഡ് മാറ്റർ മച്ച് മോർ ദാൻ ഇംഗ്ലീഷ്. വിത്തൗട്ട് വെയ്റ്റ്സ് 95 + 40 135 വരിക. അതായത് ആദ്യത്തെ ആളുടെ മാത്തിൻ്റെയും ഈ ഒരു ഇംഗ്ലീഷിൻ്റെയും കൂടെയും കൂട്ടിയിട്ട് ആദ്യത്തെ ആൾക്ക് 135 വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ക്രൈറ്റീരിയ കൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ആണെന്നുണ്ടെങ്കിൽ അവിടെ മാത്തിനാണ് കൂടുതൽ സ്കോറിങ് കിട്ടേണ്ടത്. ഇപ്പോൾ നമുക്ക് ഫീച്ചർ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, ഓരോ പ്രഡിക്ഷനും ചെയ്യുമ്പോൾ ഫീച്ചർ ഇമ്പോർട്ടൻസ് വരുന്നില്ലേ? റാൻഡം ഫോറസ്റ്റിൽ ഡിസിഷൻ ട്രീയിലൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ ആ ഒരു സമ്മേഷൻ എന്നുള്ള കൺസെപ്റ്റ് വരുമ്പോൾ അവിടെ എല്ലാതിൻ്റെ സം ചെയ്ത വാല്യൂസാണ് അടുത്തേക്ക് പാസ്സാവുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഫീച്ചർ ഇമ്പോർട്ടൻസിനൊക്കെ ഒരേ വെയ്റ്റ്സ് ആണ് വരുന്നത്. ഇവിടെ നോക്കുകയെന്നുണ്ടെങ്കിൽ ആദ്യം മാത്തും ഇംഗ്ലീഷും 95 40 വാങ്ങിയ ആൾക്ക് 135 വരുന്നത്. അതേപോലെ ആദ്യത്തെ ഏതാണ് 40 മാർക്ക് മാത്തിലും വാങ്ങിയിട്ടുണ്ട്, 95 മാർക്ക് ഇംഗ്ലീഷിലും വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ അത് എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആയതുകൊണ്ട് മാത്തിനാണ് കൂടുതൽ വാല്യൂ വരേണ്ടത്. സ്റ്റിൽ അവിടെ 135 തന്നെയാണ് സ്കോർ കിട്ടിയിരിക്കുന്നത്. ആൻഡ് ബോത്ത് സ്റ്റുഡൻസ് ലുക്ക് ഐഡൻറ്റിക്കൽ. വാല്യൂ കറക്റ്റാണ്, പക്ഷേ ആ പ്രിയോറിറ്റി ഏതാണ് കൊടുക്കേണ്ടതെന്നുള്ളത് അവിടെ തീരുമാനിച്ചിട്ടില്ല. ആൻഡ് അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഒരു വെയിറ്റ് പാസ് ചെയ്യുന്നത്. ആ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റ് പാസ് ചെയ്യാണ്. സോ മാത്ത് വെയിറ്റ് 3 എന്ന് സെറ്റ് ചെയ്തു, ഇംഗ്ലീഷിൻ്റെ വെയിറ്റ് 1 എന്ന് സെറ്റ് ചെയ്തു. സോ സ്റ്റുഡൻറ്റ് എ എന്ന് പറയുന്നത് 95 × 3 + 14 × 1. സോ 325 ആണ് എൻ്റെ വാല്യൂ വരുന്നത്. എൻ്റെ അടുത്തത് മാത്തിൻ്റെ വാല്യൂ ഇവിടേക്ക് അപ്ലൈ ചെയ്തു. 14 × 3 3 ആണല്ലോ മാത്തിൻ്റെ വെയിറ്റ് സെറ്റ് ചെയ്തത്. അപ്പോൾ +95 × 1 215 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. സോ ഇപ്പോൾ ഈ വെയിറ്റ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ഈ ആൻസേഴ്സ് ഡിഫറെൻ്റ് ആയി. നൗ ദ മോഡൽ ക്യാൻ കറക്റ്റ്ലി ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദം. ആൻഡ് വേർ ഡു ദ വെയ്റ്റ്സ് കം ഫ്രം? എവിടെ നിന്നാണ് ഈ ഒരു വെയ്റ്റ്സ് വരുന്നത്? അറ്റ് ദ ബിഗിനിങ് ഓഫ് ട്രെയിനിങ് W1 = 0.12, W2 = -0.54, W3 = 0.88. These are random. ഈ വെയ്റ്റ്സ് റാൻഡം ആണ്. ആഫ്റ്റർ സീയിങ് thousands of examples, the network adjusts them using back propagation and gradient descent eventually. ഈ ഒരു രീതിയിലാണ് റാൻഡം ആയിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെയ്റ്റ്സ് വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിഫോർ ട്രെയിനിങ് നമ്മൾ ഈ ഒരു ഇമേജ് പ്രെഡിക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ്, ഇത് ക്യാറ്റാണോ അല്ലേ എന്നുള്ളത്. സോ അതിൻ്റെ ഇൻപുട്സ് ഇയേഴ്സ്, വിസ്കേഴ്സ്, ടെയിൽ, അപ്പോൾ ഓരോ വാല്യൂസ് കൊടുക്കുന്നു ഇൻപുട്സിന്. ദ നെറ്റ്വർക്ക് ഹാസിൻ ലേൺഡ് എനിത്തിങ് യെറ്റ്. സോ ഇറ്റ് റാൻഡംലി ഇനിഷ്യലൈസസ്. പിന്നെ വെയിറ്റും കൂടി അപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ W1 W2 W3 എന്ന് പറഞ്ഞിട്ട് റാൻഡമായിട്ട് വാല്യൂസ് അപ്ലൈ ചെയ്തു. ദെൻ ഒരു ബയാസും കൂടി ആഡ് ചെയ്ത് കൊടുത്തു നേരത്തെ പറഞ്ഞ പോലെ. ആൻഡ് ദീസ് നമ്പേഴ്സ് ആർ റാൻഡം. നൗ ഇറ്റ് കമ്പ്യൂട്ട്സ്. ഈ വാല്യൂസ് അപ്ലൈ ചെയ്ത് Z = X1 W1 ആ ഒരു ഇക്വേഷൻ ഇല്ലേ, അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ അതിൻ്റെ ടോട്ടൽ വെയ്റ്റഡ് സമ്മ് 0.68 ആണ് ഫൈനലി വന്നത്. ഓക്കെ, ദ നെറ്റ്വർക്ക് സേസ് 68% ചാൻസ് ഇറ്റ്സ് എ ക്യാറ്റ്. ആൻഡ് ഈസ് ദാറ്റ് പ്രഡിക്ഷൻ മീനിങ്ഫുൾ? അല്ല. നമുക്ക് 100% നിയർലി 100% എങ്കിലും ആ ഒരു വെയ്റ്റ്സ് നമ്മൾ അക്യുറസി ചെക്ക് ചെയ്യുമല്ലോ, അതേപോലെ നിയർലി 100% എങ്കിലും ആ ഒരു കോൺഫിഡൻസ് ആ മോഡലിന് ഉണ്ടാവണം. പക്ഷേ ഇവിടെ 68% ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം. ഇറ്റ് ഈസ് ബേസിക്കലി ആൻ എഡ്യൂക്കേറ്റഡ് ഗസ് ബിക്കോസ് ദ വെയ്റ്റ്സ് ഡോണ്ട് യെറ്റ് കണ്ടെയ്ൻ എനി നോളജ്. സോ അതിന് ആ ഒരു 68% ഒരു കോൺഫിഡൻസ് പോരാ. So compare with the correct answer. Suppose the true label is cat is equal to 1 and the prediction was 0.68. The error is, അവിടെ വരുന്ന എറർ എന്ന് പറയുന്നത് ലോസ് ഫങ്ഷൻസ് ഇവിടെയാണത്. ആ എറർ 1 - 0.68 ആണ്, ഈക്വൽ ടു 0.32 ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. ആൻഡ് ദ നെറ്റ്വർക്ക് റിയലൈസസ് ഐ ആം റോങ്. സോ ഇത് നെറ്റ്വർക്ക്, ഇത് ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്കാണ്. എക്സ്പ്ലെയിൻ ചെയ്തു തരാം.
ലേൺ ഫ്രം ദി മിസ്റ്റേക്ക്. ഇപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പിലുള്ള നെറ്റ്വർക്ക് ഉണ്ട്. ഈ ഒരു പാർട്ടിൽ ഫീഡ് ഫോർവേഡും ബാക്ക് പ്രൊപ്പഗേഷൻ വരുന്ന നെറ്റ്വർക്കും. ഫീഡ് ഫോർവേഡ് എന്ന് പറയുന്നത് വൺ ഡയറക്ഷനിൽ മാത്രമായിരിക്കും അതിൻ്റെ ഡാറ്റ ഫ്ലോ. അതായത് ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് നേരെ പോകുന്നു. അതിൻ്റെ ഇടയിൽ കറക്റ്റ് ചെയ്യാതെ ചെക്ക് ചെയ്യാതൊന്നുമില്ല. ഡയറക്റ്റ് ആ ഒരു ഡയറക്ഷനിൽ മാത്രമായിരിക്കും അതിൻ്റെ ഫ്ലോ. അടുത്തത് ഈ കറക്ഷൻ വരുന്ന ടൈപ്പാണ്. കറക്ഷൻ വരുന്ന ടൈപ്പ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വെയിറ്റ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് ചേഞ്ച് ആയിട്ട് റോങ് ആയിട്ടുള്ള ഔട്ടാണ് അടുത്തതിലേക്ക് പാസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് ഇൻപുട്ടിൽ എത്തുമ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യും. ഇൻപുട്ട് വരേണ്ട സംഭവം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ എന്തായിരുന്നു, ക്യാറ്റിൻ്റെ 1 വന്നാലാണ് ക്യാറ്റ് എന്ന് പറയാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നോൺ ക്യാറ്റാണ് അവിടെ വരിക. അപ്പോൾ ആ 1 തന്നെ വരണം. 1 വരാണ്ട് അതിൽ കുറവോ കൂടുതലോ ഉള്ള വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിൻ്റെ ഒരു ഡിഫറൻസ് അതിന് മനസ്സിലാവും. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ ട്രാവേഴ്സ് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. ഓക്കെ, അതാണ് ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ലേൺ ഫ്രം ദി മിസ്റ്റേക്ക് എന്ന് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് ബാക്ക് പ്രൊപ്പഗേഷൻ കമ്പ്യൂട്ട്സ് ഹൗ മച്ച് ഈച്ച് വെയിറ്റ് contributed to the error. Maybe it finds ear feature should matter more, whiskers shouldn't reduce confidence, tail should matter slightly less. So it updates them to ആ വെയ്റ്റ്സ് അപ്ഡേറ്റ് ചെയ്യാണ്. ആദ്യം റാൻഡമായിട്ട് വാല്യൂസ് എടുക്കുന്ന പറഞ്ഞില്ലേ, ആ റാൻഡം വാല്യൂസ് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏത് ഡയറക്ഷനിൽ പോയാലാണോ ഈ ഒരു കറക്റ്റ് ആൻസർ കിട്ടുക ആ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യിപ്പിക്കും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു വാല്യൂസ് ചേഞ്ച് ആവുന്നത്. ആൻഡ് the next prediction becomes 0.68 എന്ന് 0.81 ആയി. ആൻഡ് ഇറ്റ് ഈസ് ക്ലോസർ ടു ദ കറക്റ്റ് ആൻസർ. 1ൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി നിയർലി പോകാൻ വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യും. ദെൻ റിപ്പീറ്റ് 1000 ഓഫ് ടൈംസ്. നമ്മൾ ഗ്രേഡിയൻറ്റ് ഡീസൻ്റ് എടുത്തപ്പോൾ എപ്പോച്ച്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. എപ്പോച്ച്സ് എത്ര സ്റ്റെപ്സ് എടുക്കണം അത് കൺവേർജൻസ് അച്ചീവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഇവിടെ ബാക്ക് പ്രൊപ്പഗേഷനിൽ യൂസ് ചെയ്യുന്ന ഗ്രേഡിയൻറ്റ് ഡീസൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണോ? എങ്ങനെയാണ് ആ ഒരു വാല്യൂസ് അപ്ലൈ ചെയ്തത്, എങ്ങനെയാണ് വന്നതെന്നുള്ളത്? അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തു തരാം. ഇതിപ്പോൾ ജസ്റ്റ് പറഞ്ഞു അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടി ഉണ്ട് എന്നുള്ളത്. ആൻഡ് ഇതിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുകയാണെങ്കിൽ റാൻഡം വെയ്റ്റ്സ് അപ്ലൈ ചെയ്യുന്നു, ഇൻപുട്ടിൻ്റെ കൂടെ റാൻഡം വെയ്റ്റ്സ് അപ്ലൈ ചെയ്യുന്നു, പ്രഡിക്ഷൻ ചെയ്യുന്നു ആൻഡ് കമ്പയർ വിത്ത് ദി ആൻസർ. ഇപ്പോൾ 1 ആണ് വരേണ്ടതെങ്കിൽ ആ ഒരു പ്രഡിക്ഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കും. നമ്മൾ ട്യൂണിങ് ചെയ്യുന്നതിൻ്റെ മുന്നേയൊക്കെ ചെക്ക് ചെയ്യില്ലേ അക്യുറസി എത്ര ഉണ്ട് എന്നൊക്കെ, അതേപോലെ നോക്കും. എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ആ വെയ്റ്റ്സ് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്തു. കാരണം നമ്മൾ ആദ്യം എടുത്തത് റാൻഡം വെയ്റ്റ്സ് ആണ്. ആ റാൻഡം പക്ഷേ 0 ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. വെയ്റ്റ്സ് 0 ആക്കി എന്താണ്ടാവുക, ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യില്ല. അതുകൊണ്ട് വെയ്റ്റ്സ് 0 ആക്കിയിട്ട് നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യുന്നില്ല. റാൻഡം വെയ്റ്റ്സ് ആണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് വഴി നമ്മൾ പാസ് ചെയ്യുന്നത്. സോ ആ വെയ്റ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നു, ബെറ്റർ പ്രഡിക്ഷൻ അവിടെ വരുന്നു. ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ എത്ര ബെറ്റർ ആക്കാൻ പറ്റുമോ അത്രയും ടൈം ഈ ഒരു മോഡൽ എപ്പോഴ്സിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഇൻ കേസ് അത് എപ്പോഴെങ്കിലും ഇമ്പ്രൂവ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യാം. Okay, after seeing millions of examples, the weights stop looking at random. Instead, they become ear detector, whisker detector, tail detector. So അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് കണ്ടുകൊണ്ട് ആ ഒരു മോഡൽ റാൻഡമായിട്ട് ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്നില്ല. ചില ടൈം ഡയറക്റ്റ്ലി അതിനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും പെട്ടെന്ന്. ന്യൂറൽ നെറ്റ്വർക്ക് അത്രയും പവർഫുള്ളാണ്. ഓക്കെ, ആൻഡ് ദീസ് നമ്പേഴ്സ് നൗ റിപ്രസെൻറ്റ് ലേൺഡ് നോളജ്. വൈ നോട്ട് സ്റ്റാർട്ട് വിത്ത് ഓൾ സീറോസ്? വെയിറ്റ് എല്ലാം 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 ന്യൂറോൺസ് ഇമാജിൻ ചെയ്യാം. വെയ്റ്റ്സിൻ്റെ എല്ലാം 0 ആണ്. ദേ റിസീവ് എക്സാക്ട്ലി ദ സെയിം ഇൻപുട്സ് ബട്ട് കമ്പ്യൂട്ട് ദ സെയിം ഔട്ട്പുട്ട്. ബോത്ത് കമ്പ്യൂട്ട് ദ സെയിം ഔട്ട്പുട്ട്, ബോത്ത് ഗെറ്റ് ദ സെയിം എറർ, ബോത്ത് റിസീവ് ദ സെയിം ഗ്രേഡിയൻറ്റ്, ബോത്ത് അപ്ഡേറ്റ് ഐഡൻറ്റിക്കലി. ആഫ്റ്റർ ട്രെയിനിങ് ന്യൂറോൺ എയും ന്യൂറോൺ ബിയും ഒരേപോലെയാണ് വരിക. ദേ റിമെയിൻ ഐഡൻറ്റിക്കൽ ഫോർ അവർ. ഇറ്റ്സ് ലൈക്ക് ഹാവിങ് 100 employees who all think and learn exactly the same way. Adding more of them doesn't increase your team's capabilities. So അവിടെ 100 എംപ്ലോയീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 100 ആളും ഒരേപോലെയാണ് തിങ്ക് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതും. സോ ആ ഒരു ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരു സെനാരിയോ ആണ്
എല്ലാ വെയ്റ്റ്സും 0 ആക്കുന്നതിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവർ തമ്മിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ഡംപാണെന്നുണ്ടെങ്കിൽ ആ ഒരു 100 എംപ്ലോയീസും ഡംപായിരിക്കും. ഓക്കെ, വെയിറ്റ് 0 എന്ന് പറയുമ്പോൾ ഇൻ്റലിജൻ്റ് ആവാൻ വഴിയില്ല. സോ എല്ലാവരും അത്ര കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാർ തന്നെ ആയിരിക്കും. So why doesn't random initialization run during training? Because the randomness is small, not arbitrary. Weights are usually initialized like ഈ ഒരു റേഞ്ചിലൊക്കെയാണ് ഇനിഷ്യലൈസ് ചെയ്യുക. ഹെവി റേഞ്ചിൽ ഇനിഷ്യലൈസ് ചെയ്യുന്നില്ല. മോഡേൺ ഇനിഷ്യലൈസേഷൻ മെത്തേഡ്സ് സച്ച് എസ് സേവിയർ, ഗ്ലോറോട്ട് ഓർ HE initialization choose the random values carefully so that signals neither explode nor vanish as they pass through many layers. എപ്പോഴാണ് എക്സ്പ്ലോഡ് ചെയ്യുന്നത്, എപ്പോഴാണ് വാനിഷ് ചെയ്യുന്നത്? വാനിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 0 ആയി പോകുന്നത്. എക്സ്പ്ലോഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ഹൈ വാല്യൂ എടുത്തിട്ട് അത് കൺവേർജൻസ് ഒന്നും അച്ചീവ് ചെയ്യാണ്ട് ടോട്ടലി എക്സ്പ്ലോഡ് ചെയ്ത് പോകുന്ന ടൈപ്പ്, ഭയങ്കര ഹൈ വാല്യൂ വരുമ്പോൾ അതാണ് എക്സ്പ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത്. And think of it like a new student. As student joins an AI course, on day 1 knowledge equal to random guesses. First quiz 30% അത് സ്കോർ ചെയ്തു. The teacher shows the mistakes. The student studies. Second ക്വിസിൽ 45 ആയി. കുറച്ചുകൂടി ഫീഡ്ബാക്ക് കൊടുത്തു, 70% ആയി. And after few months it reached 98%. The student's brain didn't start with the correct answers. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് അത് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നത്. ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് റാൻഡം അസംഷൻസ്. അതിൻ്റെ കൂടെ അതിൻ്റെ ഫീഡ്ബാക്കും എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ അതിന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ മോഡലും ചെയ്യുന്നത്. എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്, എന്ത് വെയ്റ്റ്സ് ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഇതാണ് ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റെപ്പിൽ എടുക്കുന്നത്. ഞാൻ സ്ലൈഡിൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, a neural network learns in the same way. The weights are its memory and training gradually shapes that memory into useful knowledge. So ഒരു എക്സാമ്പിൾ ഇട്ട് കാണിക്കുകയാണ്. എ വെയ്റ്റ് ഈസ് നോട്ട് എ ഫീച്ചർ. സ്റ്റുഡൻസ് ഓഫൺ തിങ്ക് വെയ്റ്റ് റിപ്രസെൻറ്റ്സ് ദ ഫീച്ചർ. സോ വെയ്റ്റ് അല്ല ആ ഒരു ഫീച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കാനുള്ള ഒരു മെത്തേഡ് ആണ്. എ വെയ്റ്റ് റെപ്രസെൻറ്റ് ഹൗ സ്ട്രോങ്ലി ദ ന്യൂറോൺ ബിലീവ്സ് ദാറ്റ് ഫീച്ചർ ഈസ് യൂസ്ഫുൾ. എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ഫീച്ചർ എന്നുള്ളതാണ് വെയ്റ്റ് കാണിക്കുന്നത്. ഓക്കെ, ദെൻ ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ, അതിൻ്റെ വാല്യൂ 25, അതിൻ്റെ വെയ്റ്റ് 0.02, കോൺട്രിബ്യൂഷൻ 0.50, ഇൻകം എന്നുള്ളത് 50,000 രൂപ, വെയ്റ്റ് 0.00015 എന്നുള്ളതാണ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, ദെൻ ക്രെഡിറ്റ് സ്കോർ ഇതേ ഇൻറ്റു ഇതാണല്ലോ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് റാൻഡം വെയ്റ്റ്സ് പാസ് ചെയ്യുന്നത്, കോൺസ്റ്റൻ്റ് ആയിട്ട് പാസ് ചെയ്യാത്തത്. ഇപ്പോൾ ഈ ഒരു വാല്യൂ ഹൈ ആണ്, ഈ ഒരു ഇത് ലോ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു റേഞ്ചിൽ തന്നെ അതിന് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 10 ആണെന്നുണ്ടെങ്കിൽ 50,000 ഇൻറ്റു 10 എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. സോ അവിടെ ഫീച്ചറിൻ്റെ ഇമ്പോർട്ടൻസിനനുസരിച്ചിട്ടാണ് അവർ സ്കോറിങ് ചൂസ് ചെയ്യുന്നത് വെയ്റ്റിൽ. ദെൻ ക്രെഡിറ്റ് സ്കോർ 800, 0.018 ആണ് വാല്യൂ. ദ ഫീച്ചർ ഈസ് ദി ഡാറ്റ, ദ വെയ്റ്റ് ഈസ് ദ ലേൺഡ് ഇമ്പോർട്ടൻസ്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായോ? എന്താണ് X1 എന്നുള്ള ഇൻപുട്ട്, X2 എന്നുള്ള ഇൻപുട്ട്, അല്ലെങ്കിൽ എന്താണ് വെയിറ്റ് എന്നുള്ളത്, എന്തിനാണ് വെയിറ്റ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, എവറി ന്യൂറോൺ ലേൺസ് ഡിഫറെൻറ്റ് വെയ്റ്റ്. സപ്പോസ് യുവർ നെറ്റ്വർക്ക് ഹാസ് ഇൻപുട്ട് ലെയർ ആൻഡ് ഹിഡൻ ലെയർ. ഒരു 3 ന്യൂറോൺസ് റിസീവ്സ് എക്സാക്ട്ലി ദ സെയിം ഇൻപുട്സ്, ഏജ്, ഇൻകം, ക്രെഡിറ്റ് സ്കോർ. ബട്ട് ഈച്ച് ന്യൂറോൺ ലേൺസ് ഡിഫറെൻറ്റ് വെയ്റ്റ്സ്. ഏജിൻ്റെ ഡിഫറെൻറ്റ് വെയ്റ്റ്സ് ഇവിടെ പറഞ്ഞ പോലെ ന്യൂറോൺ 1, ന്യൂറോൺ 2 എല്ലാത്തിനും ഡിഫറെൻറ്റ് വെയ്റ്റ്സ് ആയിരിക്കും കൊടുക്കുന്നത്. സോ ഓരോ ഇൻപുട്ട് ഹാൻഡിൽ ചെയ്യാനും ഓരോ ന്യൂറോൺസ് ഉണ്ടായിരിക്കും. ആ ന്യൂറോൺസിലൊക്കെ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് വെയ്റ്റ്സ് ആണ് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ 3 ന്യൂറോൺസ് ഉണ്ട്. ഇൻപുട്സ് നെവർ ലേൺ. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഐഡിയാസ്. ഡ്യൂറിങ് ട്രെയിനിങ് ഇമേജ് ടു പിക്സൽ വാല്യൂസ് സ്റ്റേ എക്സാക്ട്ലി ദ സെയിം. ദ നെറ്റ്വർക്ക് നെവർ ചേഞ്ചസ് യുവർ ഇമേജ്. ഓൺലി വെയ്റ്റ്സ് ആൻഡ് ബയാസ് മാത്രമാണ് ഒരു ഇമേജ് കൊടുക്കുക എന്നുണ്ടെങ്കിലും അവിടെ ചേഞ്ച് ചെയ്യുന്നത്. Think of it like a student. The exam paper never changes. The student's knowledge changes. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? മെയിൻ സ്റ്റുഡൻറ്റ് ആസ്ക് വൈ മൾട്ടിപ്ലിക്കേഷൻ. സപ്പോസ് ഫീച്ചേഴ്സ് ഈക്വൽ ടു 100, വെയിറ്റ് ഈക്വൽ ടു 0, കോൺട്രിബ്യൂഷൻ വരുന്നത് 100 ഇൻറ്റു 0 ഈക്വൽ ടു 0. ദ ന്യൂറോൺ കംപ്ലീറ്റ്ലി ഇഗ്നോർസ് ദാറ്റ് ഫീച്ചർ. സപ്പോസ് വെയിറ്റ് ഈക്വൽ ടു 5, contribution becomes 500. Now the feature becomes very important. Suppose weight
ഈക്വൽ ടു -5 100 ഇൻറ്റു -5 ആണ് വരുന്നത്. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു വെയിറ്റ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. Now the same feature actively pushes against the prediction. Multiplication gives the neuron the ability to ignore features. W approximately 0 ആണെന്നുണ്ടെങ്കിൽ ആ ഫീച്ചർ ഇഗ്നോർ ചെയ്യാം. ആംപ്ലിഫൈ ഫീച്ചേഴ്സ് ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ ആ സിഗ്നൽ പാസ് ചെയ്യാം. സപ്രസ് ഫീച്ചേഴ്സ് 0 ലെസ് ദാൻ W ലെസ് ദാൻ 1 റിവേഴ്സ് ദെയർ ഇൻഫ്ലുവൻസ്. W ലെസ് ദാൻ 0 നെഗറ്റീവ് വരികയെന്നുണ്ടെങ്കിൽ the hidden layer doesn't know the final task. A hidden neuron doesn't know I am detecting a cat. It only knows when this pattern appears, I should activate. So stronger signal ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ന്യൂറോൺ ആക്ടിവേറ്റ് ചെയ്യപ്പെടണം. അതിനാണ് ആക്ടിവേഷൻ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് വീക്കർ സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യണം. 0 വരികയാണെന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് റിവേഴ്സ് ചെയ്യണം. ഓക്കെ, ഈ ഒരു രീതിയിലാണ് വർക്ക് ചെയ്യുക. One neuron may learn horizontal edges, circular shapes, texture. So ഓരോന്നും ഓരോ പാർട്ട് ഓഫ് ദി ടാസ്കിലാണ് അവിടെ വർക്ക് ചെയ്യുക. ആൻഡ് എന്തുകൊണ്ടാണ് ബയാസ് യൂസ് ചെയ്യുന്നത്? ദ ബയാസ് ഈസ് ഓഫൺ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ സ്റ്റുഡൻസ് തിങ്ക്. വിത്തൗട്ട് ബയാസ് ഔട്ട്പുട്ട് ഈക്വൽ ടു x1 w1 x2 w2. ഇഫ് ഓൾ ഇൻപുട്സ് ആർ 0 ഔട്ട്പുട്ടും 0 തന്നെയാണ് വരിക. നേരത്തെ പറഞ്ഞു തന്നില്ലേ, ആ ഒരു 0 ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ബയാസ് യൂസ് ചെയ്യുന്നത്. ദ ന്യൂറോൺ ഹാസ് നോ ഫ്ലെക്സിബിലിറ്റി. ബയാസ് ലെറ്റ്സ് ന്യൂറോൺ ഷിഫ്റ്റ് ഇറ്റ്സ് ഡിസിഷൻ ബൗണ്ടറി. ഇറ്റ് ആൻസേഴ്സ് ഈവൺ വിത്ത് നോ എവിഡൻസ് ഹൗ ഇൻക്ലൈൻഡ് ഷുഡ് ഐ ബി ടു ആക്ടിവേറ്റ്. അവിടെ ഒരു വാല്യൂ ഇല്ലെങ്കിലും ഞാൻ എങ്ങനെ ആ ഒരു ഇത് പാസ് ചെയ്യുന്നുള്ളത്. എ ന്യൂറോൺ ഡസൻ നോ ദിസ് ഇസ് എ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്. A neuron is not intelligent. It performs the same 3 operations every time. Multiply, add, activate. That's it. Even in a model with billions of parameters, each neuron is just a tiny calculator. Intelligence emerges from millions or billions of these simple computations working together. So ഈ ഫൈൻഡിങ്സ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് ലാസ്റ്റ് ഔട്ട്പുട്ടിൽ ഒരു ഫൈൻഡിങ് ചെയ്യുന്നത്. So deep learning is just repeated linear algebra. XW plus B, a neuron computes, a layer computes XW plus B, ഒരു ക്യാപിറ്റൽ ലെറ്റർ വരുന്നത്, where X is a matrix of inputs, W is a matrix of weights, B is a vector of biases. This is why linear algebra is the language of deep learning. Every forward pass is essentially a sequence of matrix multiplications, bias addition and activation functions executed efficiently on the GPUs. ഫോർവേഡ് പാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിൽ ആ ഒരു ഡാറ്റ ഫ്ലോ ചെയ്യുന്നു, അത്രേ ഉള്ളൂ ഫോർവേഡ് പാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. It happens input to prediction and an engineer thinks data, features, weighted importance, decision score, activation, prediction, error, weight update. Then repeat until the weights encode useful now. സോ ഇതുവരെയുള്ള പ്രോസസ്സ് ക്ലിയർ ആണോ? സമ്മേഷൻ എങ്ങനെയാണ്, എന്തിനാണ് അവിടെ വെയ്റ്റ്സ് യൂസ് ചെയ്യുന്നത്, ആൻഡ് ഇവിടെ നിന്ന് എങ്ങനെയാണ് സിഗ്നൽ പാസ് ചെയ്യുന്നത്, 0 വന്നാൽ എന്താവും, പോസിറ്റീവ് വന്നാൽ എന്താവും, നെഗറ്റീവ് വന്നാൽ എന്താവും, ക്ലിയർ ആണോ? ഓക്കെ, ഇൻപുട്ട് കാര്യം ക്ലിയർ ആയി. ഇനി ഇതിൻ്റെ ഇടയിലുള്ള കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള വർക്ക്സ് ആണ് പറയേണ്ടത്. ഓക്കെ, സോ വാട്ട് ഈസ് എ ന്യൂറൽ നെറ്റ്വർക്ക്? ഇപ്പോൾ നമ്മൾ ന്യൂറോൺസിൻ്റെ എല്ലാ കേസും പറഞ്ഞു കഴിഞ്ഞു, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് ന്യൂറൽ നെറ്റ്വർക്ക്, അതിൻ്റെ വർക്ക്സ് എങ്ങനെയൊക്കെയാണ്, ടൈപ്സ് ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ഒക്കെയാണ് പറയാൻ പോകുന്നത്. എ ന്യൂറൽ നെറ്റ്വർക്ക് ഈസ് സിംപ്ലി ലെയേഴ്സ് ഓഫ് സിമ്പിൾ ഡിസിഷൻ മേക്കേഴ്സ് കണക്റ്റഡ് ടുഗദർ. ഈച്ച് വൺ alone is almost trivially simple. Stacked and trained, they can recognize faces, translate languages or drive a car. സോ ഇതൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് വരുന്നത് ഒരു ഹെവി ആയിട്ടുള്ള ഡാറ്റാസ് ആണ്, ഹൈ ഡയമെൻഷൻ ഡാറ്റാസ് ആണ് അതിൽ വരുന്നത്. ഫേസസ് റെക്കഗ്നൈസ് ചെയ്യുക, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കാറ് ഡ്രൈവ് ചെയ്യുക. മെഷീൻ ലേണിങ്ങിൽ ഇങ്ങനത്തെ പ്രോസസ്സ് ഒന്നും ആയിരുന്നില്ല. നമ്മൾ ആ ഒരു ടാബ്ലർ ഡാറ്റ എടുക്കുന്നു, അവിടെ നിന്ന് ആ ഒരു ഫീച്ചേഴ്സ് പാറ്റേൺസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ ആ ഔട്ട്പുട്ട് ഒരു ന്യൂ ഡാറ്റയിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഇൻപുട്സ് ന്യൂ ഡാറ്റയിൽ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ
സീൻ ഡാറ്റയിൽ അത് വർക്ക് ചെയ്യുക, അതാണ് നോക്കിയിരുന്നത് മെഷീൻ ലേണിംഗിൽ. പക്ഷെ ഇവിടെ വരുമ്പോൾ അതിന്നൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സിലാണ് ഈ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുക. ഓക്കെ, എവറി ഡോട്ട് ഈസ് എ ന്യൂറോൺ, അതായത് ഇതിൽ ഓരോ ഡോട്ടും ന്യൂറോണാണ്. എവറി ലൈൻ ഈസ് എ കണക്ഷൻ ക്യാരിയിങ് എ സിഗ്നൽ. ഇതിൽ ഓരോ ന്യൂറോൺസ് തമ്മിലും അടുത്ത ന്യൂറോൺസിലേക്ക് കണക്ട് ചെയ്തതാണ്. കണ്ടോ, ഓരോ ലെയറിലും ഈ ന്യൂറോണിലെ എല്ലാം ഇപ്പോൾ ഓരോന്നായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഈ ന്യൂറോണിലെ എല്ലാം ഇപ്പോൾ ഓരോന്നായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഈ ന്യൂറോണും എല്ലാമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അടുത്തടുത്തുള്ള ലെയേഴ്സിൽ. Scaled by an importance value called weight. That's the entire architecture. The intelligence emerges from how millions of these simple pieces are tuned together. So ഇതിൻ്റെ എല്ലാം കൂടി ഒരു കമ്പൈൻഡ് പ്രൊഡിക്ഷൻ ആയിരിക്കും ഇവിടെ ഔട്ട്പുട്ടായിട്ട് വരുന്നത് ഈ വർക്കിൻ്റെ ഒക്കെ. ആൻഡ് ഇനി അതിൻ്റെ ലെയേഴ്സാണ് പറയുന്നത്. ആദ്യത്തെ ഇൻപുട്ട് ലെയർ നമ്മൾ പറഞ്ഞില്ലേ, ഇൻപുട്ടിൽ X1 X2 X3 എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്, അതാണ് ഇൻപുട്ട് ലെയർ. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെയറാണ് ഇൻപുട്ട് ലെയർ. Input layer where raw data enters, pixel values of an image, words of a sentence, number in a spreadsheet. No computation happens here, just in time. അവിടെ കമ്പ്യൂട്ടേഷനോ ലേണിംഗ് ഒന്നും നടക്കുന്നില്ല, ജസ്റ്റ് ആ ഒരു ഇൻപുട്ട് എടുത്തു വയ്ക്കാനുള്ള ഒരു ലെയർ, അതാണ് ഇൻപുട്ട് ലെയർ. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അടുത്ത ലെയറാണ് ഹിഡൻ ലെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹിഡൻ ലെയേഴ്സ് നെക്സ്റ്റ് പറഞ്ഞുതരാം. ഔട്ട്പുട്ട് ലെയർ. ഔട്ട്പുട്ട് ലെയർ വെർ ദ ഫൈനൽ ആൻസർ അപ്പിയേഴ്സ്, ക്യാറ്റ് ഓർ ഡോഗ്, എ ട്രാൻസ്ലേറ്റഡ് സെൻറ്റൻസ് ഓർ എ പ്രഡിക്റ്റഡ് പ്രൈസ്. സോ ഇതിൽ ക്യാറ്റ് ഓർ ഡോഗ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് കാറ്റഗറിയാണ് വരുന്നത്. അപ്പോൾ ക്യാറ്റ് അല്ലെങ്കിൽ ഡോഗ്, ഇതിൽ ഏത് വേണമെങ്കിലും വരാം അതിൻ്റെ ഫൈൻഡിങ്സ് വെച്ചിട്ട്. ദെൻ ഇനിയിപ്പോൾ 3 or 4 എന്നുള്ളത് വരികയാണെന്നുണ്ടെങ്കിൽ, മൾട്ടി ക്ലാസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ന്യൂറോൺസ് സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് ലെയർ വേർ ദ ഫൈനൽ ആൻസർ അപ്പിയേഴ്സ്, ക്യാറ്റ് ഓർ ഡോഗ് or a translated sentence and a predicted price. Next, hidden layers in between വരുന്നത്. The thinking layers, each hidden layer transforms the data into more abstract representations. Edges become shapes, become objects. Deep learning simply means many hidden layers stack. So ഈ hidden layers സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു ഇൻപുട്ട് ലെയേഴ്സിൻ്റെയും ഔട്ട്പുട്ട് ലെയേഴ്സിൻ്റെയും ഇടയിൽ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടാണ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഹിഡൻ ലെയേഴ്സിലാണ് അതിൻ്റെ ലേണിങ്സ് നടക്കുന്നത്. ഓക്കെ, ഈ ഇൻപുട്സും വെയ്റ്റ്സും ഈ ഹിഡൻ ലെയേഴ്സിലോട്ട് പാസ് ചെയ്യുന്നു. ഓരോ ഹിഡൻ ലെയറിലും നമ്പർ ഓഫ് ന്യൂറോൺസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. ആ ന്യൂറോൺസ് ഈ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സിഗ്നൽ പാസ് ചെയ്യുന്നു, ആക്ടിവേഷൻ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നു, സമ്മേഷൻ ചെയ്യുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ലെയറിലോട്ട് ഇത് പാസ് ചെയ്യാനാണ് ഈ ന്യൂറോൺസ് ഇത് ലേൺ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ഇങ്ങനെ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉണ്ടാവും, ഹിഡൻ ലെയേഴ്സ്. ചെറിയ പ്രോബ്ലം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ഹിഡൻ ലെയറേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു ആദ്യത്തെ ഒരു ഹിഡൻ ലെയറിൽ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആയിരിക്കില്ല രണ്ടാമത്തെ യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടി കോംപ്ലക്സിറ്റി കൂടിയതായിരിക്കും. ഇപ്പോൾ ഒരു ഇമേജ് ഡിറ്റക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ലെയറിൽ ഒരു നമ്പർ ഓഫ് ന്യൂറോൺസ് കുറച്ച് പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എഡ്ജസൊക്കെയാണ് ഇമേജിൻ്റെ എഡ്ജസൊക്കെയാണ് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ അടുത്തതിൽ ആ ഒരു ഒബ്ജക്റ്റ്, അതിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അടുത്തതിൽ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി കോംപ്ലക്സിറ്റി കൂടി. പിന്നെ ഒരു ലെയർ ഓഫ് ഹിഡൻ ലെയറും കൂടി ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യുന്നത് അതിലുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും, ഒബ്ജക്റ്റിൻ്റെ ഫീച്ചേഴ്സ്. സോ അപ്പോൾ ആദ്യത്തെ 2 ലെയറിനെക്കാട്ടിലും കുറച്ചുകൂടി കോംപ്ലക്സിറ്റി കൂടി. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ ഇൻഡിവിജ്വൽ ഒരു സെക്ഷൻസ് ആണ് ഓരോ ഹിഡൻ ലെയർ ഹാൻഡിൽ ചെയ്യുക. എല്ലാം കൂടി ഒന്നിലല്ല. അതാണ് പറഞ്ഞത്, ഡിഫറെൻറ്റ് ഹിഡൻ ലെയേഴ്സ് വരുന്ന ഒരു ഫൈൻഡിങ്സിൻ്റെ മിക്സ്ഡ് സൊല്യൂഷനാണ് ഫൈനലായിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? 3 ലെയർ അതിൻ്റെ വർക്കിംഗ്. ആൻഡ് ഇതിപ്പം നേരത്തെ പറഞ്ഞതാണ് ആ ഒരു ഇൻപുട്ട് അതിൻ്റെ വെയിറ്റ് വരുന്നത്, ഇൻപുട്ട് വരുന്നത് നമ്മൾ ആ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നില്ലേ, 0.8 × 6 1 × 0, ആ ഒരു ഇതാണ്. സോ ഇത്
ഓരോന്ന് വാല്യൂസ് എങ്ങനെ ഹൈ ആയിട്ട് വരുന്നു, എത്ര വെയ്റ്റഡ് സം എന്ന് പറഞ്ഞില്ലേ, ബയാസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഈ ഒരു ഇക്വേഷനാണ് x1w1 അപ് ടു xnwn പ്ലസ് ബയാസ് വരെയുള്ളത്. അതാണ് വെയ്റ്റഡ് സം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കുന്നത്. ഔട്ട്പുട്ട് 1 ആണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് സിഗ്നലാണ്, ന്യൂറോൺ ഫയർ സ്ട്രോങ്ലി. നിയർ 0 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് സ്റ്റേസ് ക്വയറ്റ്. ഓക്കെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഇപ്പോൾ ഹൈ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 984 998 വരെ വരുന്നുണ്ട്. പക്ഷേ ഈ വാല്യൂസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. 984 ഇവിടെ ഇങ്ങനെ ചേഞ്ച് ചെയ്യുക. ജസ്റ്റ് ഓരോന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര വരികയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നോക്കാം. A neuron is like a tiny voting committee. Each input casts a vote scaled by how much the neuron trusts. It's the weight and add the votes and a baseline opinion, the bias, and decide whether to fire. Okay. So ഇത് ഇനി പറയണ്ടല്ലോ. ഓക്കെ അല്ലേ? ആ വെയിറ്റഡ് സം കണ്ടുപിടിക്കാം. ഇൻപുട്ട് ഇൻറ്റു അതിൻ്റെ വെയിറ്റ് പ്ലസ് അടുത്ത ഇൻപുട്ട് ഇൻറ്റു അതിൻ്റെ വെയിറ്റ് പ്ലസ് ബയാസ്. അതാണ് വരിക. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ആക്ടിവേഷൻ ഫങ്ഷൻസ് ആണ്. സോ ഇതിൽ ഡിഫറെൻ്റ് ആക്ടിവേഷൻ ഫങ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഔട്ട്പുട്ട്സിനനുസരിച്ചിട്ടാണ് ഇത് ചേഞ്ച് ചെയ്യുക. വിത്തൗട്ട് ആക്ടിവേഷൻ ഫങ്ഷൻസ് സ്റ്റാക്കിംഗ് ലെയേഴ്സ് വുഡ് കൊളാപ്സ് ഇൻ ടു വൺ ജയൻറ്റ് ലീനിയർ ഇക്വേഷൻ നോ മാറ്റർ ഹൗ ഡീപ്പ്. ആക്ടിവേഷൻസ് ബെൻഡ് ദാറ്റ് ലൈൻ ഇൻ ടു സംതിങ് ദാറ്റ് ക്യാൻ മോഡൽ കർവ്സ്, എഡ്ജസ്, ലാംഗ്വേജ് ഓർ എനിത്തിങ്. സോ എന്താണോ നമുക്ക് ഔട്ട് നെക്സ്റ്റ് ലെയറിലോട്ട് പാസ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഈ ഒരു ആക്ടിവേഷൻ ഫങ്ഷനാണ് അവിടെ യൂസ് ചെയ്യുക. സിഗ്മോയിഡ് എന്നുള്ളൊരു ടൈപ്പാണ്. ഇവിടെ അതിൻ്റെ കൂടെ വരുന്ന കുറച്ച് ടേംസ് ഉണ്ട്, വാനിഷിങ് ഗ്രേഡിയൻസ് ഒക്കെ. ഗ്രേഡിയൻ ഡിസ്റ്റൻസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നതാണ്. സോ സിഗ്മോയിഡ് എന്നുള്ള ടൈപ്പാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഞ്ച് നോക്കുക. 0 and 1 ആണ് വരുന്നത്. യൂസ് ഔട്ട്പുട്ട് ലെയർ ഫോർ ബൈനറി ക്ലാസിഫിക്കേഷൻ. ബൈനറി ക്ലാസിഫിക്കേഷൻ എന്താ? എസ് ഓർ നോ, ക്യാറ്റ് ഓർ ഡോഗ്, ഡോഗ് നോട്ട് ഡോഗ്, അങ്ങനെ ബൈനറി 2 എണ്ണം മാത്രം വരുന്ന ടൈപ്പില്ലേ, അതിനാണ് ഈ ഒരു ടൈപ്പ് യൂസ് ചെയ്യുക. ദെൻ വാച്ച് ഔട്ട് വാനിഷിങ് ഗ്രേഡിയൻസ് ഇൻ ഡീപ്പ് ഹിഡൻ സ്റ്റാക്സ്. കാരണം എന്താ, അവിടെ റേഞ്ച് വരുന്നത് 0 ആണ്. അപ്പോൾ 0 വെയിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. അതാണ് ഒരു ഇഷ്യൂ. ദെൻ ടാനക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ്. ഇതിൻ്റെ ഒരു ഗ്രാഫും കൂടി നോക്കിയാൽ മതി. പറയുമ്പോൾ 0 to 1 വരെയാണ്. ഇവിടെ 0 to 1 വരെയാണ് അതിൻ്റെ ഗ്രാഫ് കിട്ടുന്നത്. ദെൻ ടാനക്സ് നോക്കുകയെന്നുണ്ടെങ്കിൽ -1 to 1 വരെയാണ്. അതിലും 0 ആയി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞെന്താ, ഒരു നെഗറ്റീവ് വാല്യൂസ് വെയിറ്റിന് വരാനും ചാൻസ് ഉണ്ട് എന്നുള്ളത് അല്ലേ. അപ്പോൾ നെഗറ്റീവ് വാല്യൂസ് വന്നാലും നമുക്ക് അത്ര അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ആ ഫീച്ചറിൻ്റെ ഇത് വരുന്നത്. ഹൈ വാല്യൂ വരികയാണെന്നുണ്ടെങ്കിൽ, ഗ്രേറ്റർ ദാൻ 0 വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കാര്യം ഉണ്ടായിരുന്നത്, അത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ബയാസൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ -1 to 1 വരെയാണ് വരുന്നത്. ആൻഡ് യൂസ് ഹിഡൻ ലെയേഴ്സ് ഓഫ് റെക്കറൻറ്റ് നെറ്റ്വർക്ക്. റെക്കറൻറ്റ് നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RNN എന്ന് പറയും. അത് ഡീപ്പ് ലേണിങ്ങിൽ നെക്സ്റ്റ് എടുക്കാനുള്ളൊരു നെറ്റ്വർക്കാണ്. ലൈക്ക് നമ്മൾ NLPയിൽ ആ ഒരു വേർഡ്സ് അറേഞ്ച് ചെയ്യുന്ന ഒരു രീതിയിൽ RNNൻ്റെ കുറച്ച് പറഞ്ഞായിരുന്നു. RNN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓവർ ടൈം ആ ഒരു പാറ്റേൺസ് ആ ഒരു മോഡൽ ഫോർഗെറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ടൈപ്പാണ് RNN എന്ന് പറയുന്നത്. അത് മെമ്മറൈസ് ചെയ്ത് വയ്ക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു മെമ്മറീസ് പതുക്കെ ഫെയ്ഡ് ആവാൻ തുടങ്ങും. ഓക്കെ, ഈ ആ ഒരു ടൈപ്പിലാണ് ടാനക്സ് യൂസ് ചെയ്യുന്നത്. വാച്ച് ഔട്ട് സ്റ്റിൽ സാച്ചുറേറ്റ്സ് അറ്റ് ദി എക്സ്ട്രീംസ്. ദെൻ അടുത്തതാണ് ഈ ന്യൂറൽ നെറ്റ്വർക്കിൽ ഹിഡൻ ലെയേഴ്സിൻ്റെ ഇൻ ബിറ്റ്വീന്
യൂസ് ചെയ്യുന്ന ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ റെലു എന്ന് പറയും. അതിൻ്റെ റേഞ്ച് വരുന്നത് 0 to ഇൻഫിനിറ്റി ആണ്. ഇത് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ചില വാല്യൂസ് വെയ്റ്റ്സ് ഒക്കെ ഗ്രേറ്റർ ദാൻ 0 വരില്ലേ, അപ്പോൾ ആ ഒരു ടൈമിൽ ഇൻഫിനിറ്റി എന്നുള്ള റേഞ്ച് വരുമ്പോൾ എത്ര വേണേലും വരാമല്ലോ നമ്പർ. അപ്പോൾ 0 to ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു നമ്പർ വരുന്ന കേസിൽ ആ ഒരു നമ്പറായിട്ട് തന്നെ പോസിറ്റീവ് നമ്പറായിട്ട് തന്നെ പാസ് ചെയ്യും. അതിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഡിഫോൾട്ട് ഫോർ CNN ആൻഡ് ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക്സ്. ഫീഡ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഒറ്റ ഡയറക്ഷനിൽ ഡാറ്റ ഫ്ലോ ഇൻപുട്ട് ടു ഔട്ട്പുട്ട് അങ്ങനെ പോകുന്നത്. CNN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമേജസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതാണ്. ആൻഡ് ഇമേജസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിൻ്റെ പിക്സൽ വാല്യൂസ് ആയിട്ടാണ് ഇൻപുട്സ് പാസ് ചെയ്യുക. സോ ആ ഒരു വെയ്റ്റ്സ് 0 to 255 റേഞ്ച് വരെയാണ് അതിൻ്റെ വെയ്റ്റ്സ് വരിക. ഓരോ പിക്സൽ വാല്യൂസും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് പാസ് ചെയ്യുക. അപ്പോൾ ആ ഒരു നമ്പേഴ്സ് വരിക എന്നുണ്ടെങ്കിൽ അതേ വാല്യൂസ് തന്നെ അപ്പുറത്തോട്ടും പോകണം ഈ ന്യൂറോൺസ് കഴിഞ്ഞിട്ട്. അതുകൊണ്ടാണ് ആ ഒരു റെലു എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. ലീക്കി റെലു, ഈ റെലുവിൽ നോക്കുക എന്നുണ്ടെങ്കിൽ 0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ വാനിഷിംഗ് ഗ്രേഡിയൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴാണ് ലീക്കി റെലു യൂസ് ചെയ്യുക. അതിൻ്റെ റേഞ്ച് -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വരെ സെറ്റ് ചെയ്തു. ദെൻ യൂസ് ഫിക്സസ് ഡൈയിങ് റെലു വിത്ത് എ സ്മോൾ നെഗറ്റീവ് സ്ലോപ്പ്. വാച്ച് ഔട്ട് ദ സ്ലോപ്പ് ഇറ്റ്സെൽഫ് ഈസ് എ ഹൈപ്പർ പാരാമീറ്റർ. ദെൻ ജെലു എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ്, അതിൻ്റെ റേഞ്ച് സ്മൂത്താണ് ആൻഡ് അപ്രോക്സിമേറ്റ്ലി -0.17 to ഇൻഫിനിറ്റി. യൂസ് ഡീഫോൾട്ട് ഫോർ ട്രാൻസ്ഫോമർ എൻകോഡേഴ്സ്. ടെക്സ്റ്റ് എൻകോഡേഴ്സ് ആണിത്. ടെക്സ്റ്റ് മോഡൽസിൽ യൂസ് ചെയ്യുന്ന എൻകോഡേഴ്സ്. GPT-യുടെ ടൈപ്പിൻ്റെ ഒക്കെ ഒരു ഏർലിയർ വേർഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. BERT, VIT ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഓരോ ഇതിൻ്റെ പേരാണ്. വിഷൻ ട്രാൻസ്ഫോമേഴ്സ്. BERT എന്ന് പറയുന്നത് ഫേസ്ബുക്കിൻ്റെ ഒരു ലാംഗ്വേജ് മോഡൽ സിസ്റ്റമാണ്. സ്ട്രക്ചർ ആൻഡ് വൈ സ്മൂത്തർ ഗ്രേഡിയൻറ്റ് ദാൻ ReLU, ബെറ്റർ സ്റ്റെബിലിറ്റി ഇൻ വെരി ഡീപ്നെസ്. ദെൻ CLU ഓർ SWISH എന്ന് പറയുന്നത് റേഞ്ച് സ്മൂത്താണ്, -0.28 മുതൽ ഇൻഫിനിറ്റി വരെ. ഡീഫോൾട്ട് ഫോർ മോഡേൺ CNNs. എഫിഷ്യൻ നെറ്റ് യോളോ ഫാമിലി. യോളോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോക്സുകളൊക്കെ വെച്ചിട്ട് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ്റെ കണ്ടിട്ടുണ്ടോ? യോളോ എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ് കണ്ടിട്ടുണ്ടോ? യോളോ പറഞ്ഞ ഈ ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ ഇല്ലേ, അപ്പോൾ ഇതിൽ ഒരു ബോക്സ് വരച്ചിട്ട് ബിൽഡിങ്, ഇവിടെ ഒരു ബോക്സ് വരച്ചിട്ട് ഹ്യൂമൻ, ബാഗ് ഹ്യൂമൻ, പുഷ് ചാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലേ. സോ അത് പസിലല്ല ആക്ച്വലി. ഇത് യോളോ ടൈപ്പിൽ ഒബ്ജക്റ്റ് ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോൾ ഹ്യൂമൻസ് എവിടെയുണ്ട്, ബാഗ്സ് എവിടെയുണ്ട്, ഫൈൻഡ് ദ വെഹിക്കിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരില്ലേ, അതേപോലെ ബോക്സ് ചെയ്തിട്ട് കാണിക്കുക എന്നുള്ള ഇതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിനാണ് യോളോ എന്നുള്ള ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അതിലാണ് ഈ CLU, SWISH എന്നൊക്കെ പറഞ്ഞിട്ടുള്ള യൂസ് ചെയ്യുന്നത്. ആൻഡ് ഡീഫോൾട്ട് ഫോർ മോഡേൺ CNNs, എഫിഷ്യൻ നെറ്റ് ആൻഡ് യോളോ ഫാമിലി. -0.28 to ഇൻഫിനിറ്റി വരെയാണ് അതിൻ്റെ റേഞ്ച് ഔട്ട്പുട്ട് വരുന്നത്. സോ വൈ സെൽഫ് ഗേറ്റഡ്, ദ ഇൻപുട്ട് കൺട്രോൾസ് ഇറ്റ്സ് ഓൺ ഗേറ്റ്. ആൻഡ് വാനിഷിംഗ് ഗ്രേഡിയൻസ്, സിഗ്മോയിഡ് ഓർ ടാൻജ് സ്മാഷ് ഔട്ട്പുട്ട്സ് ഇൻ ടു എ നാരോ റേഞ്ച്. സ്റ്റാക്ക് ഇനഫ് ലെയേഴ്സ് ആൻഡ് ഗ്രേഡിയൻസ് ഷ്രിങ്ക് ടുവേർഡ്സ് 0. സ്റ്റാളിങ് ലൈനിങ്. അതിൽ കൂടുതലും 0 വരാനാണ് ചാൻസ്. 0യും 1ഉം മാത്രം ഉള്ളതുകൊണ്ട്, 0 to 1 എന്നുള്ള റേഞ്ച് ആയതുകൊണ്ട് കൂടുതലും 0 വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെയ്റ്റ്സ് 0 ആയി പോയിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും ചേഞ്ച് ചെയ്ത് പോകും. ദെൻ ഡൈയിങ് ReLU. ന്യൂറോൺ സ്റ്റക്ക് ഔട്ട്പുട്ടിങ് 0 ക്യാൻ അഫക്റ്റ് എ ലാർജ് ഷെയർ ഓഫ് യൂണിറ്റ്സ് ഇൻ എ പ്യുവർലി ഇനിഷ്യലൈസ്ഡ് നെറ്റ്വർക്ക്. സോ ഔട്ട്പുട്ട് 0 ആണ് വരുന്നതെങ്കിൽ ഇതിന് ഒരു ലാർജ് ഷെയർ ഓഫ് യൂണിറ്റ്സിനെ അഫക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് ആ ഒരു നേരത്തെ പറഞ്ഞ ReLU എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് പറഞ്ഞില്ല. സോ ലീക്കി ReLUste വൺ ലൈൻ ഫിക്സ്, 0 ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ കുറേ ഇൻഫർമേഷൻ അങ്ങോട്ട് പാസ്സാവില്ലല്ലോ. അതാണ് ReLUവിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്.
ദെൻ മാച്ച് ദ ഇനീഷ്യലൈസേഷൻ. ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ വെയ്റ്റ്സ് ഇനീഷ്യലൈസ് ചെയ്യാനില്ലേ, റാൻഡമായിട്ടാണ് കൊടുക്കുന്നത് പറഞ്ഞു, അതിൻ്റെയാണ് ഈ ഒരു ഇനീഷ്യലൈസേഷൻ. പെയർ എച്ച് ഇനീഷ്യലൈസേഷൻ വിത്ത് റെലു ഫാമിലി ആക്ടിവേഷൻസ് ആൻഡ് സേവിയർ ഇനീഷ്യലൈസേഷൻ വിത്ത് സിഗ്മോയിഡ് ഓർ ടാൻച്ച് ഫോർ സ്റ്റേബിൾ ഏർലി ട്രെയിനിങ്. ട്രെയിനിങ് അവിടെ നടക്കുന്നു ആ ഒരു ഹിഡൻ ലെയേഴ്സിൽ. ഓക്കെ, അതിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. സേവിയർ എന്നുള്ളത് സിഗ്മോയിഡിൻ്റെയും ടാനച്ചിൻ്റെയും കൂടെ യൂസ് ചെയ്യുക. സിഗ്മോയിഡ് 0-1 ടാനച്ച് -1 to 1 ആണ്. ഓക്കെ, അതിൻ്റെ കൂടെ സേവിയർ യൂസ് ചെയ്യുക. റെലു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ എച്ച് ഇനിഷ്യലൈസേഷൻ അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യണമല്ലാണ്ട് പെയർ ചെയ്തിട്ട് ചെയ്യാനും പറ്റും. സോ ആക്ടിവേഷൻ ഫങ്ഷൻസ് പറഞ്ഞു. ഇനിയിപ്പോൾ എടുക്കാനുള്ളത് ഫോർവേഡ് പ്രൊപ്പഗേഷൻ എന്ന് പറയും. ആ ഒരു ഡാറ്റ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് അതിൻ്റെ ഒരു ജേണിയാണ് ഫോർവേഡ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് സിംപ്ലി ദ നെറ്റ്വർക്ക് മേക്കിംഗ് എ ഗസ് പാസിംഗ് ദ ഡാറ്റ ഫോർവേഡ് ലെയർ ബൈ ലെയർ അൺടിൽ ഇറ്റ് പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട്. നോ ലേണിംഗ് ഹാപ്പൻസ് അറ്റ് ഇറ്റ്സ് ജസ്റ്റ് എ പ്രഡിക്ഷൻ സ്റ്റെപ്പ്. സോ ഇവിടെ നിന്ന് ഇൻപുട്സ്, ഇവിടെ ഔട്ട്പുട്ട്സ്, ആൻഡ് അതിൻ്റെ ഒപ്പം ഈ ഒരു ഹിഡൻ ലെയേഴ്സ് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഡാറ്റ പാസ് ചെയ്യുന്നു അണ്ടിൽ ഇതൊരു പ്രഡിക്ഷൻ ഉണ്ടാക്കുന്നവരെ അത് പാസ് ചെയ്യുന്നു. അതിൽ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളോ ഇതൊന്നുമില്ല. അതാണ് ഫോർവേഡ് പാസ് എന്നുള്ളത്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് റോ ഡാറ്റ എൻറ്റേഴ്സ് ദ ഇൻപുട്ട് ലെയർ, പിക്സൽ വാല്യൂസ്, വേർഡ്സ്, നമ്പേഴ്സ്, ആ ഒരു ഫീച്ചേഴ്സ് എന്താണോ അത് ഇങ്ങോട്ട് എൻ്റർ ചെയ്യുന്നു ഇൻപുട്ടിലേക്ക്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഹിഡൻ ലെയേഴ്സ് കമ്പൈൻ ആൻഡ് ട്രാൻസ്ഫോം ഇറ്റ് ഇൻ ടു മോർ അബ്സ്ട്രാക്ട് ഫീച്ചേഴ്സ്. ആ വെയിറ്റും ഇതൊക്കെ പാസ് ചെയ്തിട്ട് ഇതിനെ ആ ഒരു ഇൻഫർമേഷൻ ഇങ്ങോട്ട് പാസ് ചെയ്യുന്നു. അത് ലേണിങ് നടക്കുന്നില്ല, ജസ്റ്റ് അടുത്ത ലെയറിലോട്ട് പാസ് ചെയ്യുന്നു. ഇതിൻ്റെ ഫൈൻഡിങ്സും കൂടി ഇങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ നിന്നുള്ള ന്യൂറോൺസിൻ്റെ അടുത്ത സെറ്റ് ഓഫ് ഫൈൻഡിങ്സ്, ഇപ്പോൾ ഇമേജസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൽ ഷേപ്സ് ഒക്കെ ഡിറ്റക്ട് എഡ്ജസ് ഡിറ്റക്ട് ചെയ്യും, അടുത്തത് ഷേപ്സ് ഡിറ്റക്ട് ചെയ്യുന്നു, ഫീച്ചർ ഡിറ്റക്ട് ചെയ്യുന്നു, എന്നിട്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ അതാണ് ഈ ഒരു പ്രോസസ്സിൽ നടക്കുന്നത്. ഇവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ഇവിടെ കുറച്ച് ഫൈൻഡിങ്സ് ആൻഡ് ഇവിടെ കുറച്ച് ഫൈൻഡിങ്സ് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഔട്ട്പുട്ട്. ഓക്കെ, ദെൻ ഡീപ്പർ ലെയേഴ്സ് ബിൽഡ് ഓൺ ദോസ് ഫീച്ചേഴ്സ്, എഡ്ജസ് ബിക്കം ഷേപ്സ് ബിക്കം ഒബ്ജക്ട്സ്. സോ കോംപ്ലക്സിറ്റി കൂടി വരുന്ന രീതിയിലാണ് ഓരോ ഹിഡൻ ലെയറും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇനി അടുത്തൊരു ലെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിലും കോംപ്ലക്സിറ്റി കൂടിയ ലെയർ ആയിരിക്കും ഇവിടെ വരിക. ആൻഡ് ഫൈനലി മാത്രമാണ് അവിടെ നിന്നൊക്കെ ഔട്ട്പുട്ട് വെക്കുന്നത്. ഇതിപ്പോൾ മൾട്ടി ക്ലാസ് ആയതുകൊണ്ട് 3 വന്നു. ദെൻ ഔട്ട്പുട്ട് ലെയർ പ്രൊഡ്യൂസസ് ദ ഫൈനൽ ഗസ്, എ ലേബൽ, എ നമ്പർ, എ ഡിസിഷൻ. സോ ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുള്ള ഒരു ഇത് റൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ആ ഒരു ഡാറ്റ ഫ്ലോ. ഓക്കെ, ക്ലിയർ ആയോ? എങ്ങനെയാണ് ആ ഒരു ഡാറ്റ പാസ് ചെയ്യുന്നത്, ഓരോന്നിലും കണക്ഷൻ എന്തിനാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഈ ന്യൂറോൺസ് ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഈ ന്യൂറോൺസിലൊക്കെ ടച്ച് ചെയ്തിട്ടാണ് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. ഓക്കെ, റൺ ഫോർവേഡ് പാസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ലോസ് ഫങ്ഷൻസ് ഓൾറെഡി പറഞ്ഞാണല്ലോ നമ്മൾ. MSc എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൈപ്പില്ലേ, എത്ര എറർ വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ. ഓക്കെ, അതാണ് ലോസ് ഫങ്ഷൻസ്. അപ്പോൾ ഈ മോഡൽ ആ 0.68 വരുമ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. 1 ആണ് ആക്ച്വൽ വാല്യൂ വരേണ്ടത്. അപ്പോൾ 0.68 വരികയാണെന്നുണ്ടെങ്കിൽ 0.32 എറർ വരുന്നുണ്ട്, അത് കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള അപ്രോച്ച് വെയിറ്റ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു ഇതിനാണ് ലോസ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ 2 കോമൺ സ്കോർ കാർഡ്സ്. MSc മീൻ സ്ക്വയർഡ് എറർ സ്ക്വയർസ് ദ ഡിസ്റ്റൻസ്, സോ ബിഗ് മിസ്റ്റേക്സ് ആർ പണിഷ്ഡ് ഫാർ മോർ ദാൻ സ്മോൾ വൺസ്. ഇത് ഓൾറെഡി നേരത്തെ മെഷീൻ ലേണിങ്ങിൽ പറഞ്ഞാണ്, യൂസ്ഡ് ഫോർ പ്രൊഡിക്റ്റിംഗ് നമ്പർ. സോ സ്ക്വയേർഡ് വാല്യൂസ് ആയതുകൊണ്ട് ഹൈ എറേഴ്സ് വരികയെന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം ക്ലിയർ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും. ആൻഡ് ക്രോസ് എൻട്രോപ്പി, ഇതുമായിട്ട് ഡീപ്പ് ലേണിങ്ങിൽ വരുന്നൊരു ലോസ് ഫങ്ഷനാണ് ക്രോസ് എൻട്രോപ്പി എന്ന് പറഞ്ഞിട്ടുള്ളത്. മെഷേഴ്സ് ഹൗ കോൺഫിഡൻ്റ്ലി റോങ് എ ക്ലാസിഫയർ വാസ് ബീങ് വെരി ഷുവർ അബൌട്ട് എ റോങ് ആൻസർ കോസ്റ്റ് ഡിയർലി, യൂസ്ഡ് ഫോർ കാറ്റഗറി. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു?
എൻട്രോപ്പി, ഗിനി ഇമ്പ്യൂരിറ്റി, ഇൻഫർമേഷൻ ഗെയിനൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ ഡിസിഷൻ ട്രീയിൽ. എൻട്രോപ്പി എന്തായിരുന്നു? എൻട്രോപ്പി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡാറ്റ പ്യുവർ ആവോ ഇംപ്യൂർ ആവോ? എൻട്രോപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡാറ്റ പ്യുവർ ആവോ ഇംപ്യൂർ ആവോ? എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ മെസ്സിനെസ് എൻട്രോപ്പി 1 ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഹൈ ആണെന്നാണ് മീനിങ്. അപ്പോൾ എൻട്രോപ്പി ഭയങ്കര ഹൈ ആണെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ ഇംപ്യൂർ ആവും. ഓക്കെ, ദെൻ എൻട്രോപ്പി ലോ ആണെന്നുണ്ടെങ്കിൽ ഡാറ്റ പ്യുവർ ആവും. സോ മിനിമം എൻട്രോപ്പി ആണെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ഗെയിന് അവിടെ കൂടുതലാണെന്നാണ് മീനിങ്. സോ ഇവിടെ ക്രോസ് എൻട്രോപ്പി എന്നുള്ള ടൈപ്പാണ്. അതും മെഷേഴ്സ് ഹൗ കോൺഫിഡൻ്റ്ലി റോങ് എ ക്ലാസിഫയർ വാസ്. ബീങ് വെരി ഷുവർ അബൌട്ട് എ റോങ് ആൻസർ കോസ്റ്റ് ഡിയർലി. യൂസ്ഡ് ഫോർ കാറ്റഗറീസ്. ഇവിടെ ഈ ഒരു ആർച്ചറിയുടെ ഇതാണ് ടാർഗറ്റ്. ആ ഒരു ടാർഗറ്റ് കറക്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട്സ് ടേക്ക് ഓൺ 1, ആവറേജ് ലോസ് ലോവർ ഈസ് ഈക്വൽ ടു ബെറ്റർ. ഇപ്പോൾ ഞാനത് റീസെറ്റ് ചെയ്യാണ്. ഇത് ടാർഗറ്റാണ്. ഞാൻ എത്ര മിസ് ചെയ്യണ്ടാവുക? സോ ഇവിടെ 122 ആണ് ആവറേജ് ലോസ്. ആ സ്ക്വയർഡ് ഇതെടുക്കുന്നതുകൊണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ചുകൂടി അടുത്തേക്ക്, നേരത്തെ ഇവിടെ 1 ആയിരുന്നു, കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് നീക്കിയിട്ട് 12.7 ആണ് ആവറേജ് ലോസ്. സോ ഒരു പ്രോപ്പർ ടാർഗറ്റ് നിന്ന് ആർച്ചറിയുടെ ആ ഒരു പ്രോപ്പർ ടാർഗറ്റ് നിന്ന് എത്ര മാറുന്നോ അത്രയും ലോസ് അവിടെ ഹൈ ആയിട്ട് വരും. ഈ എഡ്ജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 122 ആണ് ലോസ്. ഒന്നുകൂടി ഒരു സെൻറ്ററിൽ നോക്കുക, 1.0 സെൻറ്ററിൽ നോക്കി കഴിഞ്ഞു. അവിടെ ചെറിയൊരു ഇതാണ് വരുന്നത്. ഹിയർ 0.4 എഗെയിൻ കുറഞ്ഞു കണ്ടോ ആ ഒരു സെൻറ്ററിൽ വന്നപ്പോൾ. സോ മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് ലോസ് ഫങ്ഷൻ വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ ഈ ലോസ് ഫങ്ഷൻസ്? ഷുക്കുഫ ക്ലിയർ അല്ലേ? ഓക്കെ. ആൻഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും. ഇത് ഗ്രേഡിയൻ്റ് ഡീസൻറ്റിൽ ഞാൻ എടുത്തതാണ്. ഒപ്റ്റിമൈസേഷനിൽ ഒരു എക്സാമ്പിൾ, ആ ഒരു ഹില്ലിൻ്റെ ടോപ്പിൽ നിന്ന് കൺവെർജൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അത് എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മുടെ ലോസ് ഫംഗ്ഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ലോസ് ഹൈ ആണെന്നുണ്ടെങ്കിൽ ഗ്രേഡിയൻ്റ് ഡീസൻറ്റ് യൂസ് ചെയ്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ മൂവ് ചെയ്യിച്ചിട്ട് അതിനെ ആ ഒരു കൺവെർജൻസിൽ റീച്ച് ചെയ്യിപ്പിക്കും. ഓക്കെ, അതാണ് ഒപ്റ്റിമൈസേഷൻ്റെ ഇത്. ഇമാജിൻ ഡിസെൻഡിങ് എ ഫോഗി മൗണ്ടെയിൻ ടു ഫൈൻഡ് ദ ലോവസ്റ്റ് വാലി, ദ സ്മോളസ്റ്റ് പോസിബിൾ ലോസ്. ഇപ്പോൾ നമുക്ക് ആ ഒരു സെൻറ്ററിൽ അത് പ്ലേസ് ചെയ്തപ്പോൾ 0.4 ആണ് ഏറ്റവും കുറവ് ലോസ് വന്നത്. അതിൻ്റെ ഒരു എഡ്ജിലൊക്കെ കൊണ്ടുപോയപ്പോൾ 122 ഒക്കെ വരുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ ആ സെൻറ്ററിൽ കറക്റ്റ് പോയിന്റിൽ റീച്ച് ചെയ്യുക എന്നുള്ളതാണ് എയിം. അതിന് വേണ്ടിയിട്ട് എത്ര സ്റ്റെപ്പ് മൂവ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ നോക്കിയിട്ട് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ടേ ആ ഒരു കൺവേർജൻസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ഗോൾ. സോ സ്ലോപ്പ് beneath your feet, that gradient is the smallest possible loss, only able to feel the slope beneath your feet. സോ നമുക്ക് ആ വഴിയൊന്നും കാണുന്നില്ല, ജസ്റ്റ് ആ ഒരു നടക്കുന്ന ഒരു സ്ഥലം മാത്രം കാണാനുള്ളൂ. പക്ഷേ നമുക്ക് ആ ഒരു എൻഡിങ് പോയിന്റിൽ ഇവിടെ ഒരു വാലിയിൽ റീച്ച് ചെയ്യണം. ഓക്കെ, സോ അത് ഭയങ്കര സ്ലോ ആണ്. സ്റ്റെപ്പ് സൈസ് ഭയങ്കര സ്ലോ ആണെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? നമുക്ക് പതുക്കെ 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 ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വീഴും. ഒരു മലയുടെ മുകളിൽ നിന്ന് വരികയാണ്, ഭയങ്കര മഞ്ഞാണ്, അല്ല കോടയാണ്. ആ കോടയിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് എല്ലാം കാണാനൊന്നും പറ്റുന്നില്ല, ജസ്റ്റ് നടക്കാനുള്ള ഒരു സ്പേസ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര പെട്ടെന്ന് എത്തുന്നതാണ് അവിടെ നോക്കുന്നത്. സോ അത് സ്റ്റെപ്പ് സൈസ് ഭയങ്കര സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് ലേണിംഗ് റേറ്റ് എന്ന് പറയും. അപ്പോൾ
അപ്പോൾ അത് ഭയങ്കര ലോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, ഭയങ്കര ലോ ആണെന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെയാണ് മൂവ് ചെയ്യിക്കുന്നത്. ഇത്രേ വരുന്നുള്ളൂ. ആൻഡ് ടേക്സ് വൺ ഹോണസ്റ്റ് സ്റ്റെപ്പ് അറ്റ് എ ടൈം. STD എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് സൈസൊക്കെ ഉണ്ടാവുക. ടേക്സ് വൺ ഹോണസ്റ്റ് സ്റ്റെപ്പ് അറ്റ് എ ടൈം ബേസ്ഡ് ഓൺ ദി കറൻറ്റ് സ്ലോപ്പ്. കറൻറ്റ് സ്ലോപ്പിനനുസരിച്ചിട്ട് ഒരു ചെറിയ സ്റ്റെപ്പാണ് ഇവിടെ എടുക്കുക. മൊമെൻറ്റം കീപ് സം സ്പീഡ് ഫ്രം പ്രീവിയസ് സ്റ്റെപ്സ് ടു റോൾ ത്രൂ സ്മോൾ ബംപ്സ്. സോ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പീഡ് അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. സോ ഇത് ഹിസ്റ്റോറിക്കൽ ഡാറ്റയും ചെക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുക. ഓക്കെ, അതാണ് മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നടക്കുന്നത്. ആഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒപ്റ്റിമൈസർ, എ ഹൈക്കർ ഹൂ റിമെമ്പേഴ്സ് പാസ്റ്റ് സ്റ്റെപ്സ് ആൻഡ് സെൽഫ് അഡ്ജസ്റ്റ് സ്ട്രൈഡ് 2 days ഡീഫോൾട്ട്. ഈ ഒരു ഒപ്റ്റിമൈസറാണ് പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിന് കടന്നു വന്ന ഒരു ഡാറ്റ അറിയാം, ആൻഡ് അതിൻ്റെ മൊമെൻറ്റും അറിയാം, അതിൻ്റെ എങ്ങോട്ടാണ് പോകേണ്ടതെന്നും അറിയാം. സോ ഇത് ജസ്റ്റ് ആ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് നോക്കും. സോ ജസ്റ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഇവിടെ എത്തി ഡാറ്റ, ഈ ഒരു ഹയർ പ്ലേസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തി. ജസ്റ്റ് റൈറ്റ് ദ ബാൾ സ്റ്റഡിലി ഡിസെൻസ് ഫൈൻഡിങ് ദ വാല്യൂ ഇൻ എ റീസണബിൾ നമ്പർ ഓഫ് സ്റ്റെപ്സ്. ദിസ് ഈസ് വാട്ട് വെൽ ട്യൂൺഡ് ട്രെയിനിങ് ലുക്സ് ലൈക്ക്. സോ അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ റീച്ച് ചെയ്യും. ആൻഡ് ഭയങ്കര ഹൈ ആയിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കാമെന്ന് വയ്ക്കുക. ടു ഹൈ ആണെന്നുണ്ടെങ്കിൽ ദ ബോൾ ഓവർഷൂട്ട്സ് വൈഡ്ലി. സോ ചിലപ്പോൾ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഇതും കഴിഞ്ഞ് പോവാം. ടു ഹൈ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടോ, അപ്പോൾ അകത്തുനിന്ന് ഡിഫറെൻ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, ഭയങ്കര ഹൈ വാല്യൂ ആണെന്നുണ്ട്. ഇറ്റ് മേ നെവർ സെറ്റിൽ ദ നെറ്റ്വർക്ക് ഡൈവേർജസ് ഇൻസ്റ്റെഡ് ഓഫ് ലേണിംഗ്. സോ ഇവിടെ നിന്ന് ആ ഒരു പോയിന്റിൽ റീച്ച് ചെയ്താലും അവിടെ നിൽക്കാണ്ട് ഇവിടെ നിന്ന് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതാണ് ഒപ്റ്റിമൈസേഷനിൽ ഭയങ്കര ഹൈ വാല്യൂ അല്ലെങ്കിൽ ലേണിംഗ് റേറ്റ് എടുത്താലുള്ള ഇഷ്യൂ. ഓക്കെ, നെക്സ്റ്റ് ആണ് നേരത്തെ പറഞ്ഞ ഒരു ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്. ലേണിംഗ് ഫ്രം ദി എറർ. ഇപ്പോൾ നേരത്തെ നമ്മൾ ഈ ഒരു ഫ്ലോ ഇങ്ങോട്ട് മാത്രം പോകുന്നതാണ് കണ്ടത്. അപ്പോൾ ഇഫ് ദ ഫൈനൽ ആൻസർ വാസ് റോങ്, ഔട്ട്പുട്ടിൽ ഫൈനൽ ആൻസർ റോങ് ആണ്. നമ്മൾ ആ 1ഉം 0.68 എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് എന്ന് പറഞ്ഞാൽ ഏത് ലെയറിലാണോ അത് തെറ്റായിട്ട് വെയ്റ്റ്സ് അപ്ഡേറ്റ് ചെയ്തതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതാണ് ബാക്ക് പ്രൊപ്പഗേഷൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹൂ ഈസ് റെസ്പോൺസിബിൾ? ബാക്ക് പ്രൊപ്പഗേഷൻ ട്രേസസ് ദ മിസ്റ്റേക്ക് ബാക്ക്വേർഡ് ത്രൂ ദ നെറ്റ്വർക്ക്, അസൈനിങ് ബ്ലെയിം ടു ഈച്ച് കണക്ഷൻ ബേസ്ഡ് ഓൺ ഹൗ മച്ച് ഇറ്റ് കോൺട്രിബ്യൂട്ടഡ്. സോ ഇതൊന്ന് ഏത് ന്യൂറോൺസിലൂടെയാണ് ആ ഒരു വെയിറ്റ് പാസ് ചെയ്തത്, അതിൻ്റെ മുന്നത്തെ ലെയറിൽ ഏത് ന്യൂറോൺസിലാണ് പാസ് ചെയ്തത്. സോ ഇവിടെ നിന്ന് കറക്റ്റാണ്, വെയിറ്റ് 1 വരുന്ന പോലെ തന്നെയാണ് കൊടുത്തെങ്കിൽ ഇവിടെ കുഴപ്പമില്ല. അപ്പോൾ അടുത്തതിൽ തന്നെ ചെക്ക് ചെയ്യും. ഇവിടെ തെറ്റിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ നോക്കും, അപ്ഡേറ്റ് ചെയ്തിട്ട് വെയിറ്റ്സ് അപ്ഡേറ്റ് ചെയ്തിട്ട്. ഓക്കെ, ബ്ലെയിം ടു ഈച്ച് കണക്ഷൻ ബേസ്ഡ് ഓൺ ഹൗ മച്ച് ഇറ്റ് കോൺട്രിബ്യൂട്ടഡ്, ദെൻ അഡ്ജസ്റ്റ് എവറി വെയിറ്റ് സ്ലൈറ്റ്ലി ടു ഡു ബെറ്റർ നെക്സ്റ്റ് ടൈം. It's like a reverse game of telephone. Each layer passes back not just you are wrong, but exactly how much it personally contributed. So ആ കോൺട്രിബ്യൂഷൻസ് ഡിഫറൻസ് ആയിരിക്കും, അതിനനുസരിച്ചിട്ടായിരിക്കും വെയ്റ്റ്സ് പാസ് ചെയ്തത്. വെയിറ്റ് റാൻഡംലി പാസ് ചെയ്യുമല്ലോ, അപ്പോൾ അത് അക്യുറേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് അടുത്തേക്ക് പാസ് ചെയ്യുക. അപ്പോൾ അതിനാണ് ഈ ബാക്ക്വേർഡ് പ്രൊപ്പഗേഷൻ യൂസ് ചെയ്യുന്നത്. റൺ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഡാറ്റ പോകുന്നുണ്ട്, അത് റീചെക്ക് ചെയ്യണത് നോക്കും. ഓക്കെ, ഔട്ട്പുട്ട് ലെയറിന്ന് സിഗ്നൽസ് ബാക്ക്വേർഡ് വരുന്നുണ്ട്, എവിടെയാണ് അതിൻ്റെ മിസ്റ്റേക്ക് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? എന്നിട്ട് ഇവിടെ നിന്ന് ഫൈൻഡ് ചെയ്തിട്ട് എവിടെയാണ് ഇഷ്യൂ, അതിനനുസരിച്ചിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ക്ലിയർ ആയത്? എന്താ? ഓക്കെ, ഇപ്പം നേരത്തേൽ നമുക്ക് ഇവിടെ എന്തായിരുന്നു, ഈ ഒരു ഡാറ്റ ഇങ്ങോട്ട് മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ. ഇവിടുന്ന് ഇൻപുട്ട് ഇവിടുന്ന് ഔട്ട്പുട്ട് വരെ പോകുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇത് ഈ ഡയറക്ഷനിൽ മാത്രമല്ലേ പോകുന്നുള്ളൂ. ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ട് വരെ ജസ്റ്റ് പോകുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് ഈ ഡാറ്റ പോയിട്ട് ഔട്ട്പുട്ടിൽ
നമുക്ക് വരേണ്ട വെയിറ്റ് 1 ആയിരുന്നു. പക്ഷേ വെയ്റ്റ്സ് അപ്ഡേറ്റ് ചെയ്ത് സമ്മേഷനൊക്കെ ചെയ്തപ്പോൾ 0.68 ആയി. അപ്പോൾ 1 മൈനസ് 0.68 ആണ് അതിൻ്റെ എറർ റേറ്റ്. സോ ആ എറർ റേറ്റ് കറക്റ്റ് ചെയ്യണം. ആ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊരു ലൂപ്പ് പോലെ ഇങ്ങനെ ബാക്ക്വേർഡ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് ഔട്ട്പുട്ടിൽ നിന്ന് ഇങ്ങോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. എന്നിട്ട് അത് ചെക്ക് ചെയ്ത് ഇവിടെ നിന്ന് ആദ്യം ഇങ്ങോട്ട് ഡാറ്റ പോയിട്ട് ഇവിടെ എററാണ് റീച്ച് ചെയ്തത്. എറർ റീച്ച് ചെയ്തപ്പോൾ അതിൻ്റെ അടുത്ത ലെയറൊക്കെ കണക്റ്റഡ് ആണല്ലോ. ആ കണക്ട് ചെയ്തതിൽ ഏത് ന്യൂറോൺസിലാണ് ആ ഒരു ഇഷ്യൂ വന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ബാക്ക് പ്രൊപ്പഗേഷൻ അത് ട്രാവൽ ചെയ്യുന്നത്. ന്യൂറോൺസ് ക്ലിയർ ആയോ? എന്നിട്ട് അത് അപ്ഡേറ്റ് ചെയ്യും. നമ്മൾ വെയിറ്റ് റാൻഡം ആയിട്ടല്ലേ കൊടുക്കണേ, എച്ച് ഇനിഷ്യലൈസേഷൻ, സേവിയർ ഇനീഷ്യലൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു വെയിറ്റ്സ് റാൻഡം ആയിട്ടാണ് കൊടുക്കുന്നത് പറഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ടുള്ള വെയിറ്റ്സ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഒരു വെയിറ്റ്സ് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്ത് അടുത്തതിന് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ആ ബാക്ക്വേർഡ് അത് വന്നിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് വെയിറ്റ്സ് അപ്ഡേറ്റ് ചെയ്തിട്ട് അത് പോകും, തിരിച്ച് ഔട്ട്പുട്ടിലേക്ക് പാസ് ചെയ്യും. അവിടെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള പോയിൻറ്റ്സ് ആണ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ 0.68 81 ആയി, അപ്പോൾ പിന്നെയും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ നോക്കും. ഓക്കെ, അത് ഇമ്പ്രൂവ് ചെയ്യുന്നത് നിർത്തുമ്പോൾ ഈ ഒരു പ്രോസസ്സ് നിർത്തും, ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. ക്ലിയർ ആയോ? Then not all layers are the same. Dense layers എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ every neuron connects to every neuron. The simplest layer type, every output from the previous layer feeds into every neuron here. ഇൻപുട്ടിന്ന് ആയാലും ഇതിലേക്ക് കണക്ഷൻസ് വരുന്നുണ്ട്. Used for final classification decisions and in smaller networks. So ഫൈനൽ ക്ലാസിഫിക്കേഷൻ ഡിസിഷൻസിനാണ് ആൻഡ് സ്മോളർ നെറ്റ്വർക്സിലാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഡൗൺ സൈഡ്, ഇനോർമസ് പാരാമീറ്റർ കൗണ്ട്സ് ഓൺ ലാർജ് ഇൻപുട്സ്, വിച്ച് ഈസ് വൈ ഇമേജ് നെറ്റ്വർക്ക് യൂസ് കൺവല്യൂഷണൽ ലെയേഴ്സ് ഇൻസ്റ്റഡ്. സോ ഡെൻസ് ഒരുപാട് ഹൈ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇമേജസിൽ ഈ ഒരു ഡെൻസ് നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യില്ല. ഫുള്ളി കണക്റ്റഡ് നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യില്ല. ഒരു മീഡിയം ടൈപ്പ് അല്ലെങ്കിൽ സ്മോളർ നെറ്റ്വർക്ക്സിലൊക്കെയാണ്, അല്ലെങ്കിൽ ഫൈനൽ ക്ലാസിഫിക്കേഷനൊക്കെയാണ് ഡെൻസ് ലെയേഴ്സ്. ഈ ഓരോ ന്യൂറോൺസും ഓരോന്നുമായിട്ട് കണക്റ്റഡ് അല്ലേ. ഈ ലെയർ കാണുന്നില്ലേ മിഡിൽ? ടൈമായോ? ടൈമായിട്ടുണ്ടോ ഒന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ടോട്ടലി കണക്റ്റഡ്, ഫുള്ളി കണക്റ്റഡ് നെറ്റ്വർക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ഡെൻസ് നെറ്റ്വർക്ക് എന്ന് പറയും. അത് ഈ ഒരു ടൈപ്പിലാണ് യൂസ് ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ ഫൈനൽ ക്ലാസിഫിക്കേഷൻ ഡിസിഷൻസിൽ അല്ലെങ്കിൽ സ്മോളർ നെറ്റ്വർക്ക്സിൽ ഒരുപാട് പാരാമീറ്റേഴ്സ് വരുന്നതുകൊണ്ട് ഒരുപാട് ലാർജ് ഇൻപുട്സിൽ ഇത് യൂസ് ചെയ്യുന്നില്ല. കാരണം എല്ലാം കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഇമേജസിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഇൻപുട്ട് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു 28x28 പിക്സൽസ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ 784 പിക്സൽസ് വരും. ആ 784 പിക്സലും ഓരോ ഇൻപുട്ടായിട്ട് പാസ് ചെയ്യണം. അപ്പോൾ ഒരുപാട് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള പാരാമീറ്റേഴ്സ് മൊത്തം ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ടൈപ്പിൽ ഈ ഡെൻസ് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നില്ല, പകരം വേറെ ടൈപ്പാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊരു സ്മോളർ മീഡിയം സൈസിനൊക്കെ ഇതൊക്കെയാണ് യൂസ് ചെയ്യുക. പിന്നെ അടുത്തത് കൺവല്യൂഷണൽ നെറ്റ്വർക്ക്. കൺവല്യൂഷൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമേജസിൽ യൂസ് ചെയ്യുന്നതാണ്. Slides a small filter across the input. Instead of connecting every pixel to every neuron, a CNN uses a small window, 3x3, 5x5. അതായത് നമുക്ക് പിക്സൽസ്, കുറേ പിക്സൽസ് ന്യൂമറിക്കൽ വാല്യൂസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണല്ലോ പിക്ചേഴ്സിൽ ഉണ്ടാവുക. ഓരോ പിക്ചറും
ഇതിൽ അതിൻ്റെ കോൺട്രാസ്റ്റ് ഇതൊക്കെ വെച്ചിട്ടാണ് അതിന് ഓരോ വാല്യൂ കൊടുക്കുന്നത്. 0 to 255 വരെയാണ് ഈ ഓരോ കോളത്തിലും വാല്യൂസ് വരുന്നത്. ഓരോ ഗ്രിഡ്സിൽ ഓരോ ഇതിലും വാല്യൂസ് വരുന്നത് 0 to 255 റേഞ്ചിലാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു RGB ഗ്രേ സ്കെയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ ഇമേജസ് എത്ര ഹൈ ആയിട്ട് വാല്യൂസ് വരണം അതനുസരിച്ചിട്ടാണ് ഇവിടെ വാല്യൂസ് വരുന്നത്. ഇനിയിപ്പോൾ ഇൻ കേസ് ഒരു ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക 32 into 32 പിക്സൽസ് ആണ് ഇതിൽ വരുന്നത്. 32 into 32 എന്ന് പറയുമ്പോൾ 1024 ഓക്കെ 1024 ഇപ്പോൾ 1024 പിക്സൽസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ടോട്ടലി ഇതിൽ ആ ഒരു ഡിജിറ്റ്സ് വരുന്നിടത്ത് മാത്രമാണ് കുറച്ച് വാല്യൂസ് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ 0 ആണ്. ഡിമ്മായിട്ട് കിടക്കുന്ന പിക്സൽസ് ആണ്, അത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. സോ ഈ പിക്സൽസിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് എന്ന് പറയാൻ പറ്റില്ല, ഡിമ്മും ഏത് ഷോ ചെയ്യണം ഏത് ഷോ ചെയ്യണ്ട ആ ഒരു രീതിയിലാണ് ഒരു പിക്സൽസിൻ്റെ വാല്യൂസ് അറേഞ്ച് ചെയ്യുക. ഇപ്പോൾ എന്ന് എഴുതാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ എന്ന് എഴുതുന്ന ആ ഒരു ഇതിൽ മാത്രമാണ് എന്നോ 2 എഴുതുന്ന ആ ഒരു ഇതിലാണ് ഈ ഒരു വാല്യൂസൊക്കെ കാണിക്കുന്നത്. ബാക്കിയുള്ളതിലൊക്കെ 0 ആയിരിക്കും, ആവശ്യമില്ലാത്തടത്തൊക്കെ 0 ആയിരിക്കും. നമ്മുടെ കാൽക്കുലേറ്ററും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. സോ ഈ ഒരു രീതിയിലാണ് ഈ വാല്യൂസൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് ഇവിടെ എന്ന് പറയുമ്പോൾ ആ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂസ് 1.0 എന്നുള്ള ഒരു കളേഴ്സ്, ബാക്കിയുള്ളടത്ത് 0 അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇമേജസ് റെപ്രസെൻറ്റ് ചെയ്യണ ക്ലിയർ ആണോ? അതിലുള്ള ഓക്കെ ഓൾറെഡി കാണിച്ചു തന്നിട്ടുള്ളതാണ്. സോ അതിൽ ഇപ്പോൾ 1024 പിക്സൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ സെക്ഷൻ ഒരു 3x3 ഗ്രിഡോ അല്ലെങ്കിൽ 5x5 അത്രയും പിക്സൽസ്, 5x5 എന്ന് പറഞ്ഞിട്ട് 25 ഗ്രിഡ്സ് അങ്ങനത്തെ ഉണ്ടാവും. സോ അതൊക്കെ ചൂസ് ചെയ്തിട്ടാണ് ഒരു പാർട്ടിൽ വർക്ക് ചെയ്യുക. ഓക്കെ, ബിൽഡിംഗ് എ മാപ്പ് ഓഫ് വേർ എ പർട്ടിക്കുലർ പാറ്റേൺ എഡ്ജ് ടെക്സ്ചർ ഷേപ്പ് അപ്പിയേഴ്സ്. ദിസ് ഇസ് വൈ CNNs dominates image recognition. They respect spatial structure and use far fewer parameters than dense layers. ഡെൻസ് ലെയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരണം? ഇപ്പോൾ 1024 പിക്സൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 1024 ഇൻപുട്സ് അവിടെ ക്രിയേറ്റ് ചെയ്യണം. അത് ഓരോ ന്യൂറോൺസായിട്ട് കണക്ട് ചെയ്യണം. ഹെവി ആയിട്ടുള്ള പ്രോസസ്സിങ് അല്ലേ വരിക. ഓരോ ടൈം റൺ ചെയ്യിക്കുമ്പോൾ ബാക്ക് പ്രൊപ്പഗേഷൻ റൺ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യണം. അപ്പോൾ അത് പോസിബിൾ അല്ല. അതുകൊണ്ട് ഇങ്ങനൊരു 5x5 സ്ട്രക്ചറോ 3x3 സ്ട്രക്ചറോ ഒക്കെ ആയിട്ട് ഇമേജസിലൊക്കെ ഈ ഒരു രീതിയിലാണ് വർക്ക് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? എന്തുകൊണ്ടാണ് കൺവല്യൂഷനിൽ അല്ലെങ്കിൽ CNN ഇങ്ങനെ ഡെൻസ് ലെയേഴ്സ് യൂസ് ചെയ്യാത്തതെന്ന്? ഓരോ ന്യൂറോണും കണക്ട് ചെയ്തിട്ട്. A small filter slides across the input scanning for local pattern. പൂളിംഗ് എന്ന് പറയുന്നത് ഈ ഒരു CNN വരുന്ന ഒരു പാർട്ടാണ്. ഷ്രിങ്ക്സ് ദ മാപ്പ്, കീപ്സ് ദ സ്ട്രോങ്ങസ്റ്റ് സിഗ്നൽസ്. ഇപ്പോൾ ഇതിൽ ഒരു 5x5 എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നൽസ് മാത്രം. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കണ്ടപ്പോൾ ബ്രാൻഡിങ്ങിൻ്റെ ഇതാണെന്നുണ്ടെങ്കിൽ അതിൽ ഡാർക്കർ ഏരിയാസ് ഉണ്ട്, ഒരു ലൈറ്റർ ഏരിയാസും ഉണ്ട്. പക്ഷെ അതൊന്നും ഏറ്റവും ബെസ്റ്റ് വരുന്ന സിഗ്നൽസ്, സ്ട്രോങ്ങർ ആയിട്ടുള്ള സിഗ്നൽസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത് പൂളിംഗ് എന്ന് പറയുന്നത്. ഷ്രിങ്ക്സ് ദ മാപ്പ്, കീപ് ദ സ്ട്രോങ്ങസ്റ്റ് സിഗ്നൽസ്. പൂളിംഗ് റെഡ്യൂസസ് ദ സൈസ് ഓഫ് ഫീച്ചർ മാപ്സ് ബൈ grouping neighboring values and keeping only the strongest. Max pooling or the average pooling. This makes the network more robust to small shifts and distortions. The cat is still a cat if it moves 2 pixels to the left and dramatically cuts computation. ഈ ഒരു പ്രോസസ്സിനാണ് പൂളിങ്ങിൽ. എഗെയിൻ അതിനൊന്ന് ഹാൻഡിൽ ചെയ്തിട്ട് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം ഫോക്കസ് ചെയ്യും. അതാണ് പൂളിങ്ങിൽ ചെയ്യുന്നത്. ദെൻ റെക്കറൻ്റ് അല്ലെങ്കിൽ RNN എന്ന് പറയുന്നത് ഹാസ് എ മെമ്മറി ലൂപ്പ്. ആ ഫോർഗറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ ഒരു RNN എന്ന് പറഞ്ഞിട്ടുള്ള കേസ്. ആൻഡ് ഹാസ് എ മെമ്മറി ലൂപ്പ്, റീഡ് സീക്വൻസസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. RNNs process data one step at a time, carrying a hidden state memory from each steps to the next. This makes them naturally suited for sequences. 1 by 1 ആണ് ആ ഒരു
സീക്വൻസസ് ഹാൻഡിൽ ചെയ്യുന്നത്. ടെക്സ്റ്റ്, സ്പീച്ച്, ടൈം സീരീസ്. ദർ വീക്ക്നെസ് ഓൺ ലോങ് സീക്വൻസസ് ടെൻഡ് ടു ഫോർഗെറ്റ് ഏർലി ഇൻഫർമേഷൻ. അതാണ് ഫോർഗെറ്റ് എന്ന് പറഞ്ഞത്. മോഡേൺ സക്സസസ് LSTMs ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് വർ ബിൽറ്റ് ടു സോൾവ് ദിസ് എക്സാക്ട്ലി പ്രോബ്ലം. സോ ഓരോ സീക്വൻസ് കഴിഞ്ഞ് പോകുമ്പോഴും അതിൻ്റെ മെമ്മറി കപ്പാസിറ്റി കുറഞ്ഞു വരും. അതുകൊണ്ട് ആദ്യം റിമെമ്പർ ചെയ്ത കാര്യങ്ങൾ അതിനെ ഫോർഗെറ്റ് ചെയ്ത് പോകും, മറന്നു പോകുന്നത്. ഓക്കെ, ആ ഇൻപുട്ടും ഔട്ട്പുട്ടുമാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. അത് 1 by 1 ഇങ്ങനെ സീക്വൻഷ്യലായിട്ട് പാസ് ചെയ്യും ഓരോ ഡാറ്റയായിട്ട്. പക്ഷേ ഒരു സ്റ്റെപ്പിൽ ആദ്യം വന്ന ഡാറ്റയ്ക്ക് അത് മറന്നു പോകും. അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് LSTMs, ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആർക്കിടെക്ചേഴ്സൊക്കെ ബിൽഡ് ചെയ്തത്. ക്ലിയർ ആണോ? ഇത്രയും ട്രെയിനിങ് ലൂപ്പ് ഓൾറെഡി പറഞ്ഞാണ്. നമ്മളാ ഒരു ഇൻപുട്ട്സ് തൊട്ടിട്ട് ബാക്ക് പ്രൊപ്പഗേഷനും അതിൻ്റെ ചെക്കിങ്ങും ഫോർവേഡ് ലൂപ്പിങ്ങും എല്ലാം പറഞ്ഞില്ലേ, എറർ കറക്റ്റ് ചെയ്യുന്ന മെത്തേഡ്സൊക്കെ. ആ ഒരു പ്രോസസ്സാണിത്, ദ ട്രെയിനിങ് ലൂപ്പ്. ഹൗ എ നെറ്റ്വർക്ക് ആക്ച്വലി ലേൺസ്. ട്രെയിനിങ് ഈസ് ജസ്റ്റ് 5-step cycle repeated thousands of times. അതാണ് എപ്പോച്ചസ്. ഈച്ച് ടൈം നഡ്ജിങ് എ നെറ്റ്വർക്ക് ലിറ്റിൽ ക്ലോസർ ടു ദ ട്രൂത്ത്. ഇപ്പോൾ ആദ്യം 0.68 ആണ് കിട്ടിയതെങ്കിൽ അടുത്തതിൽ 0.81, 0.98 അങ്ങനെ പോകും. ഓക്കെ, ഓരോന്നിലും വെയ്റ്റ്സ് അപ്ഡേറ്റ് ചെയ്യും. ആദ്യം ഫോർവേഡ് പാസ് ചെയ്യുന്നു, ഡാറ്റ ഫ്ലോസ് ത്രൂ ദി നെറ്റ്വർക്ക്. ഇൻപുട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അടുത്ത ഹിഡൻ ലെയറിൽ പാസ് ചെയ്യുന്നു. ആൻഡ് compute the prediction to the true answer, get a score of how wrong we are, and അവിടെ നിന്ന് കറക്റ്റ് അല്ലെങ്കിൽ ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ട്രേസ് ദ എറർ ബാക്ക്വേർഡ്, അസൈൻ ബ്ലെയിം ടു ഈച്ച് വെയിറ്റ്. സോ അത് പാസ് ചെയ്ത ആ ഒരു ഈച്ച് വെയിറ്റിലും എല്ലാ ന്യൂറോൺസിൽ കൂടെ ഇത് പാസ് ചെയ്തു. അപ്പോൾ ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് അസൈൻസ് ബ്ലെയിം ടു ഈച്ച് വെയിറ്റ്. ആൻഡ് അവിടെ നിന്ന് വെയിറ്റ്സ് അപ്ഡേറ്റ് ചെയ്യുന്നു. നഡ്ജ് എവറി വെയിറ്റ് സ്ലൈറ്റ്ലി ഇൻ ദി ഡയറക്ഷൻ ദാറ്റ് റെഡ്യൂസസ് ലോസ്. ഏത് ഡയറക്ഷനിലോട്ടാണോ ആ ഒരു വെയിറ്റ്സ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അതിലേക്ക് ചെയ്യുന്നു, എന്നിട്ട് അഗെയിൻ ചെക്ക് ചെയ്യുന്നു. റിപ്പീറ്റ്, ഡു ഇറ്റ് അഗെയിൻ വിത്ത് ദി നെക്സ്റ്റ് ബാച്ച് thousands of times until the network convergence അച്ചീവ് ചെയ്യുന്നവരെ ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. എപ്പോച്ച്, ബാച്ച്, ഐട്രേഷൻ ഇൻ പ്ലെയിൻ ടിപ്സ്. എപ്പോച്ച് എന്ന് പറഞ്ഞിട്ട് 1 full pass through every training example. അതായത് ഇൻപുട്ട് തൊട്ടിട്ട് ഔട്ട്പുട്ട് വരെ ഓരോ ട്രെയിനിങ് എക്സാമ്പിളിലും അത് പാസ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ഡാറ്റ പാസ് ചെയ്യുന്നത്. ഇതിൽ ഇൻപുട്ടിന്ന് ഇവിടം വരെ വരുന്നത് ഇതാണ് ഒരു എപ്പോച്ച് എന്ന് പറയുന്നത്. 2 എപ്പോച്ച് എന്ന് പറയുമ്പോൾ ഇത് രണ്ടാമത്തെ, 3 എന്ന് പറയുമ്പോൾ ഇത്, അങ്ങനെ ഓരോ എപ്പോച്ചാണ് ഇത് പറയുന്നത്. ബാച്ച് എന്ന് പറയുമ്പോൾ സിൻസ് ഡാറ്റ സെറ്റ്സ് ആർ ഹ്യൂജ് വി സ്പ്ലിറ്റ് ദം ഇൻ ടു സ്മോൾ ഹാൻഡ്ഫുൾസ്. ബാച്ച് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് എടുത്തായിരുന്നു. നമ്മളിപ്പോൾ കുറേ ഫീച്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ബാച്ചസ് ആക്കിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. Iteration, 1 batch processed equal to 1 iteration, thousands of iterations equal to real learning. Then hyperparameter tuning അറിയില്ലേ? അപ്പോൾ ഇതിൽ എന്താ ട്യൂൺ ചെയ്യാനുള്ളത്? ആ വെയ്റ്റ്സ്, ലേണിംഗ് റേറ്റ്, അതൊക്കെ ഹൈപ്പർ പാരാമീറ്റേഴ്സ് ആണ് ലേൺ ബൈ നെറ്റ്വർക്ക്. യു ചൂസ് ദം ബിഫോർ ട്രെയിനിങ് സ്റ്റാർട്ട്സ്. ഗെറ്റ് ദം റൈറ്റ് ആൻഡ് ട്രെയിനിങ് ഈസ് ഫാസ്റ്റ് ആൻഡ് സ്റ്റേബിൾ. ഗെറ്റ് ദം റോങ് ആൻഡ് ഇറ്റ് എയ്തർ റോൾസ് ഓർ നെവർ സെറ്റിൽസ് ഡൗൺ. ലോസ്, ലോസ് റേറ്റ്, കറണ്ട് ലേണിംഗ് റേറ്റ്, ഐഡിയൽ. ലേണിംഗ് റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ബാച്ച് സൈസ് മീഡിയം ആണെന്നുണ്ടെങ്കിൽ ഒരു ഇപ്പോൾ ലേണിംഗ് റേറ്റ് ഹൈ ആണ്, അത് ഡീവിയേറ്റ് ചെയ്ത് വേറെ പാത്തിൽ പോയതാണല്ലോ. അപ്പോൾ ഇവിടെയാണ് ഐഡിയൽ ആ ഒരു പ്ലേസ് വരേണ്ടത്. പക്ഷേ ലേണിംഗ് റേറ്റ് ഭയങ്കര ഹൈ ആയപ്പോൾ ഇവിടുന്ന് ആ ഒരു പാത്ത് ഡീവിയേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ദെൻ ബാച്ച് സൈസ് കൂട്ടുകയാണ് ഞാൻ. ബാച്ച് സൈസ് കൂട്ടിയപ്പോൾ തന്നെ ലാർജ്, ഡേഞ്ചറസ്ലി ഹൈ, ലോ സ്പൈക്സ് ആൻഡ് ഓസിലേറ്റ്സ് വൈഡ്ലി, ദ നെറ്റ്വർക്ക് മേ നെവർ കൺവേർജ്. പക്ഷേ കൺവേർജൻസ് അച്ചീവ് ചെയ്യില്ല, ലേണിംഗ് റേറ്റ് കുറയ്ക്കുകയാണ്. ബാച്ച് സൈസ് ലാർജ് ആണെന്നുണ്ടെങ്കിൽ കൺവേർജൻസ് ഏകദേശം ഇതായി പോകുന്നുണ്ട്. സോ ബാച്ച് സൈസ് സ്മോൾ എടുത്തു, ലേണിംഗ് റേറ്റ് സ്മോൾ എടുത്തു. സോ ആ ഒരു ഭാഗത്തുനിന്ന് ഡീവിയേറ്റ് ചെയ്തു പോയി. ലേണിംഗ് റേറ്റ് ഒരു ഒപ്റ്റിമലാക്കി. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ട് ബിറ്റ് അഗ്രസീവ് ആണെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രസസ് ബട്ട് വിത്ത് നോട്ടീസബിൾ ഓസിലേഷൻ, റിസ്ക് ഓഫ് ഓവർ ഷൂട്ടിങ്. സോ ലേണിംഗ് റേറ്റ്
കുറച്ച് വരികയാണ്. അപ്പോൾ കൺവേർജൻസ് അച്ചീവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മീഡിയം എന്നുള്ള ഒരു മീഡിയം സൈസ് എടുത്തു. ലേണിംഗ് റേറ്റ് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്താൽ ഓക്കെ. ഇപ്പോൾ കൺവേർജൻസിലേക്ക് പോകാനുള്ള പാത്തിലാണ്. ഓക്കെ, അങ്ങനെയാണ് ഒരു ലേണിംഗ് റേറ്റ് ഷെഡ്യൂളിങ്. പിന്നെയുള്ളത് കുറച്ച് എടുത്ത ടോപ്പിക്സ് തന്നെയാണ്. എന്തായാലും ഇതുകൂടി പറഞ്ഞു കൊടുത്താൽ നോക്കട്ടെ. ഓക്കെ, കുറച്ചുള്ളൂ. ആൻഡ് റെഗുലറൈസേഷൻ ഓൾറെഡി പറഞ്ഞാണ്. ഒന്ന് ആ ഒരു L1 L2ൻ്റെ regularization. Don't just memorize left alone. A powerful network will happily memorize its training data including the noise. Regularization techniques hold it back, forcing it to learn the real pattern instead. സോ റെഗുലറൈസേഷനിൽ ഇവിടെ ചെയ്യുന്നത് ഡ്രോപ്പ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറാണ്. റാൻഡംലി സ്വിച്ചസ് ഓഫ് എ ചങ്ക് ഓഫ് ന്യൂറോൺസ് ഓൺ എവറി ട്രെയിനിങ് പാസ്. സോ നോ സിംഗിൾ ന്യൂറോൺ ബിക്കംസ് എ ക്രച്ച്. സോ ആ ഒരു ട്രെയിനിങ് സിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ സോ അതിൽ ചില ന്യൂറോൺസ് ഓഫ് ചെയ്ത് വെക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ എല്ലാ ന്യൂറോൺസിൻ്റെയും ആ ഒരു കോൺട്രിബ്യൂഷൻ എല്ലാത്തിനും വരണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ന്യൂറോൺസും ഒരേ ഡാറ്റ ലേൺ ചെയ്യും, എന്നിട്ട് അത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. L1 L2 വെയ്റ്റ് പെനാൽറ്റി ആഡ്സ് എ ജെൻറ്റിൽ പെനാൽറ്റി ഫോർ ഓവർലി ലാർജ് വെയ്റ്റ്സ് ലൈക്ക് ഗ്രേഡിംഗ് ഡൗൺ ആൻഡ് essay that leans too heavily on one flashy unreliable സോഴ്സ്. ഏർലി സ്റ്റോപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ എപ്പോച്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്റ്റെപ്സ് കംപ്ലീറ്റ് ആവാണ്ട് നേരത്തെ തന്നെ ഈ മോഡൽ കൺവേർജൻസ് അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ ലോസ് കുറയാണ്ടിരിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ദ മൊമെൻറ്റ് പെർഫോമൻസ് ഓൺ അൺസീൻ ഡാറ്റ സ്റ്റാർട്ട്സ് ഗെറ്റിംഗ് വേഴ്സ് ഈവൺ ഇഫ് ട്രെയിനിങ് പെർഫോമൻസ് കീപ് ക്ലൈംബിങ്. അവിടെ പെർഫോമൻസ് ഇൻക്രീസ് ആവുകയെന്നുണ്ടെങ്കിൽ അൺസീൻ ഡാറ്റയിൽ ആ ഒരു പെർഫോമൻസ് വേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. Data augmentation, artificially create more variety, flipping, rotating, cropping, so the network never just memorizes exact pixels. Then overfitting, underfitting പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ. ട്രാക്ക് ദ സ്ലൈഡർ. ഓക്കെ, മോഡൽ കോംപ്ലക്സിറ്റി കൂടുതലാവുകയെന്നുണ്ടെങ്കിൽ അത് ഓവർഫിറ്റിങ് കൂട്ടും. കാരണം അത് ട്രെയിനിങ് ഡാറ്റ മെമ്മറൈസ് ചെയ്യും, ടെസ്റ്റിംഗ് ഡാറ്റയിൽ സ്ട്രഗിൾ ചെയ്യും. ദ മോഡൽ ഈസ് ടു കോംപ്ലക്സ്. It chases every noise point, creating wild oscillations that don't reflect to the true pattern. Great on training data, terrible on new data. And good fit, the model captures the underlying pattern without chasing noise. It generalizes well to unseen data. This is the sweet spot. And ഏറ്റവും കുറവാണെന്ന് നോക്കുക underfitting. This model is too simple to capture the real pattern. It draws a near straight line through curved data. It performs poorly on both the training and testing data. അതാണ് അണ്ടർഫിറ്റിംഗ്. സോ 3 ടൈപ്പാണുള്ളത്: ഓവർഫിറ്റിങ്, അണ്ടർഫിറ്റിങ് ആൻഡ് ഗുഡ് ഫിറ്റ്. ഗുഡ് ഫിറ്റ് ആണ് നമുക്ക് ഏറ്റവും ബെറ്റർ. ഓവർഫിറ്റിംഗ് ഉണ്ട് ഹാൻഡിൽ ചെയ്യണം, അണ്ടർഫിറ്റിംഗ് ഹാൻഡിൽ ചെയ്യണം. ദെൻ മോഡൽ വാലിഡേഷൻ ചെക്ക് ചെയ്യണം. ബിഫോർ ട്രസ്റ്റിംഗ് എ നെറ്റ്വർക്ക് ഇറ്റ്സ് ഡാറ്റ ഗെറ്റ്സ് സ്പ്ലിറ്റ് 3 ways. ഈച്ച് പോർഷൻ പ്ലേസ് എ വെരി ഡിഫറെൻറ്റ് റോൾ. ഇപ്പോൾ നമ്മൾ ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും സ്പ്ലിറ്റ് ചെയ്യില്ലേ, അതേപോലെ തന്നെയാണത്. ട്രെയിനിങ് 70% എടുത്തു, വാലിഡേഷൻ 50% എടുത്തു, ടെസ്റ്റിംഗ് 50% എടുത്തു. ട്രെയിൻ ഡാറ്റ വാട്ട്സ് ദ നെറ്റ്വർക്ക് ആക്ച്വലി ലേൺസ് ഫ്രം ദി ടെക്സ്റ്റ് ബുക്ക്. വാലിഡേഷൻ ഡാറ്റ ചെക്ക് പ്രോഗ്രസ് ഡ്യൂറിങ് ട്രെയിനിങ് ആൻഡ് ഗൈഡ്സ് ഹൈപ്പർ പാരാമീറ്റർ ചോയ്സസ് ദ പ്രാക്ടീസ് എക്സാം. ടെസ്റ്റ് ഡാറ്റ എന്ന് പറയുമ്പോൾ ടച്ച്ഡ് ഓൺലി വൺസ് അറ്റ് ദി വെരി എൻഡ് ഓഫ് ദി ഫൈനൽ എക്സാം ഓൺ ദി ഡാറ്റ നെറ്റ്വർക്ക് ഹാസ് ട്രൂലി നെവർ സീൻ. സോ ഇത് ആ ഒരു മോഡലിനെ കാണിക്കുകയില്ല. ടെസ്റ്റിംഗ് ഡാറ്റ ട്രെയിൻ ഡാറ്റയാണ് ട്രെയിനിങ് ചെയ്യാൻ കൊടുക്കുന്നത്. വാലിഡേഷൻ ഡാറ്റയാണ് ആ ഒരു ഹൈപ്പർ പാരാമീറ്റർ ചോയ്സിനൊക്കെ യൂസ് ചെയ്യുന്നത്. വിത്ത് സ്മോളർ ഡാറ്റ സെറ്റ് സ്കേഫോൾഡ് ക്രോസ് വാലിഡേഷൻ റോട്ടേറ്റ്സ് വിച്ച് സ്ലൈസസ് ദ പ്രാക്ടീസ് എക്സാം ഗിവിങ് എ മോർ റിലയബിൾ സ്കോർ. ദെൻ എവിടെയൊക്കെയാണ് ഡീപ്പ് ലേണിംഗ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് വിഷൻ ആൻഡ് ഇമേജ് റെക്കഗ്നിഷൻ. നേരത്തെ ആ ഒരു ബോക്സ് വരച്ച കാണിച്ചാണെങ്കിൽ അതിലൊക്കെ ഫേസ് ഡിറ്റക്ഷൻ, ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ, മെഡിക്കൽ ഇമേജിംഗ് ഡയഗ്നോസിസ്, ഓട്ടോണമസ് ഡ്രൈവിംഗ് പെർസെപ്ഷൻ, CNN turned images into actionable intelligence. And language and translation, real-time translation, grammar correction, ചാറ്റ് ബോട്ട്സിൽ യൂസ് ചെയ്യും. ട്രാൻസ്ഫോം മോഡൽസിൽ, ടെക്സ്റ്റിൻ്റെ ഒക്കെ GPT ഒക്കെ പോലത്തെ മോഡൽസിൽ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ജനറേറ്റ് ഹ്യൂമൻ ലാംഗ്വേജ് ആൻഡ് അൺപ്രസിഡൻറ്റഡ് സ്കിൽ. ആൻഡ് വോയിസിനും ഓഡിയോയ്ക്കും
സ്പീച്ച് ടു ടെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് വോയിസ് അസിസ്റ്റൻറ്റ് സിരി, അലക്സ അങ്ങനെയൊക്കെയുള്ള വോയിസ് അസിസ്റ്റൻസിൽ മ്യൂസിക് ജനറേഷന് റെക്കറൻറ്റ് ആൻഡ് ട്രാൻസ്ഫോമർ ആർക്കിടെക്ചേഴ്സ് ഡീകോഡ് സൗണ്ട് ഇൻ ടു മീനിങ്. ദെൻ ഡ്രഗ് ഡിസ്കവറി, പ്രോട്ടീൻ ഡിസ്കവറി, ജീനോം എക്സ്പ്രഷൻസ് അതിനൊക്കെ യൂസ് ചെയ്യും. Predicting molecular interactions, generating novel protein structures. Deep learning accelerates pharmaceutical research by years. And art and creativity, image generation, generative AI-ലൊക്കെ വരുന്നതാണ്. Music composition, style transfer. Neural networks don't just analyze, they create entirely new works. Recommendation system, what to watch, what to buy, what to read. Embedding networks learn your preferences from billions of behavioral signals. ഓൾറെഡി പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ്, ജസ്റ്റ് നോക്കിയാൽ മതി.